ആത്മീയ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആത്മീയത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും വ്യത്യസ്തരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നു, എല്ലാവരും നിൽക്കുന്നത് പോലെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വ്യത്യസ്തനായി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുക. ഹല്ലേലൂയ. ആത്മീക ജീവിതത്തിലെ ഏത് ദൈവദാസന്മാരെ കാര്യം നോക്കുമ്പോഴും അവരാരും ചെയ്തതുപോലെയല്ല മറ്റൊരാൾ ചെയ്തത്. മോശ ചെയ്തതുപോലെയല്ല യോശുവ ചെയ്തത്. ഹല്ലേലൂയ. പത്രോസ് ചെയ്തതുപോലെയല്ല പൗലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാനല്ല, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു വ്യത്യസ്തനായി മാറാനാണ്. അപ്പോൾ ഉൽപ്പത്തി 1:28 പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചേ. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിന്നെ ദൈവം വിളിച്ചെന്തിനാണ്? ദൈവം ഈ ലോകത്തിലെ എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് നല്ലതാ. എന്താ പറഞ്ഞത്? ഓരോ ദിവസവും 6 ദിവസവും ദൈവം സകലത് സൃഷ്ടിച്ചു. സൃഷ്ടി കഴിയുമ്പം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? എല്ലാവരും പറഞ്ഞാട്ടെ. എല്ലാവരും വാ തുറന്നു പറയാം. നല്ലത് പറയാത്തവരും പറഞ്ഞവരും എല്ലാവരും പറഞ്ഞാട്ടെ. നാവും വായും തുറന്നു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലത് പറയാത്ത ആൾക്കാരടക്കമുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ. ഇപ്പോഴെങ്കിലും ഇരുന്ന് നല്ലത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞാട്ടെ നല്ലത്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു പാട്ടുണ്ട്, ഒരു ദേവദാസൻ, നല്ലതേ 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 വരികയുള്ളൂ. കേട്ടിട്ടുണ്ടോ? ആലപ്പുഴ ജോഷി പാർഷ് പണ്ട് പാടിയ ഒരു പാട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പാട്ടാണ്. ഇവിടെ ചെന്നാലും നല്ലതേ വരികയുള്ളൂ. എല്ലാവരും പറഞ്ഞാട്ടെ നല്ലതേ വരികയുള്ളൂ. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ നല്ലതേ വരികയുള്ളൂ. നല്ലത് മാത്രം വരുത്താനാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ വായു തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യത്തെയും കാണുന്നത്, ദൈവം കാണുന്നത് നല്ലതായിട്ടാണ്. ഇപ്പോൾ വേണ്ട ഈ മോന് ഇവിടെ ഫ്രണ്ട് വന്നിരിക്കുക, അവനെ ദൈവം കാണുന്നത് നല്ലതായിട്ടാണ്. ഹല്ലേലൂയ. ജോബിനെ ദൈവം കാണുന്നത്, സൃഷ്ടിച്ച ദൈവമാണ്, അവനെ ദൈവം കാണുന്നത് നല്ല മകനായിട്ടാണ്. പ്രൈസ്. നിങ്ങൾ അടുത്തിരിക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പല കുറവുകളും കാണാൻ സാധിക്കാം. എന്നാൽ ദൈവം അവരെ കാണുന്നത് നല്ലതായിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ നല്ലത് വരുവാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. നിങ്ങളെ നന്മയ്ക്കായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു കാണും നല്ലത്. എല്ലാവരും പറഞ്ഞ എന്നെ സൃഷ്ടിച്ചിട്ട്, എന്നെ നോക്കി പറഞ്ഞത് എല്ലാം നിങ്ങളെ നോക്കി പറയണം. സത്യ ദൈവനാമത്തിൽ തലയിൽ കൈവച്ചിട്ട്, എന്നെ ദൈവം സൃഷ്ടിച്ചിട്ട് ലോകം പറഞ്ഞു കാണും മോശമായി പോയി, അല്ലെങ്കിൽ നല്ലതല്ല, കറുപ്പാണ്, വെളുപ്പാണ്, ഊനമുണ്ട്. പക്ഷെ ദൈവം എന്നെ നോക്കി പറഞ്ഞു നല്ലത്. ഹല്ലേലൂയ. ദൈവം നിന്നെ നോക്കി പറഞ്ഞിരിക്കുന്ന ആ വാക്ക് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യരുടെ വാക്ക് കേട്ട് നീ പതറിപ്പോകേണ്ട കാര്യമില്ല. നിന്നെ ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നീ നല്ലതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ശരീരം, നിന്റെ ജീവിതം, നിന്റെ സ്വഭാവം, നിന്റെ അവയവങ്ങൾ ഒക്കെ ദൈവം സൃഷ്ടിച്ചതാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു നല്ലത്. ഹല്ലേലൂയ. അത് നമ്മൾ എപ്പോഴും പറയും. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒന്നാമത്തെ വാക്യം തന്നെ നല്ലത്. ഹല്ലേലൂയ. വായിച്ചോ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. എല്ലാവരും പറഞ്ഞിട്ട് നിറയണം. ഇന്ന് നമ്മുടെ വാക്ക് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിറവിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ്, നിറവിനെ കുറിച്ചാണ്. ദൈവം പറഞ്ഞത് സന്താനം ഉള്ളവരായി മാറുക മാത്രമല്ല, നിങ്ങൾ പുഷ്ടിയുള്ളവരും കൂടെ ആയി മാറണം. ഹല്ലേലൂയ. ചില ആൾക്കാർ പ്രാർത്ഥിക്കാറില്ലേ, ഞാൻ ഉണങ്ങിപ്പോയി, ക്ഷീണിച്ചു പോയി, എനിക്ക് ദൈവം കർത്താവെ എനിക്ക് വേണ്ടി, ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വണ്ണം വയ്ക്കണം, പുഷ്ടി പ്രാപിക്കണം, ആരോഗ്യമുള്ളതായി മാറണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട്. എനിക്ക് വണ്ണം ഉള്ളവർ വരാറുണ്ട് വണ്ണം കുറയാൻ വേണ്ടി. വണ്ണം ഇല്ലാത്തവർ പറയാറുണ്ട് എനിക്ക് വണ്ണം വയ്ക്കണമെന്ന്. ഹല്ലേലൂയ. ഒരു സമയത്ത് ആൾക്കാർ വണ്ണം വയ്ക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വണ്ണം കുറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ്. ഒരല്പം കുടവയറുള്ള ആൾക്കാർ പണ്ട് പറയുക പണമുള്ള നല്ല വീട്ടിൽ ഭയങ്കര സെറ്റപ്പുള്ള ആളാണ്, അങ്ങനെയുള്ളവർക്കാണ് കുടവയറുള്ളത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അതല്ല, കുടവയറുള്ളത് ജീർണിച്ച് ചാവാൻ വേണ്ടി ജനിച്ചവരാണെന്ന്. പ്രൈസ്.
ഹല്ലേലൂയ. പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയുള്ള സാധ്യത സൈനാണ് കുടവയറെന്നുള്ളതാണ് ഇപ്പോഴേ ആൾക്കാർ പറയുന്നത്. കാരണം വയറും ഒക്കെ ഓവറായിട്ട് നമ്മൾ തിന്ന് ആ ഫാക്റ്റാണ് ഇതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായി. പക്ഷേ പണ്ടത്തെ ഒരു സൈന് കുടവയറുണ്ടെങ്കിൽ ജമ്മി എന്നാണ്. ഇതാ വരും ജമ്മി, ഇതാ വരുന്നു. കാരണം ജമ്മിക്ക് ഇത്രയും ഒരു വയറും ഒരു തോർത്തും ഇങ്ങനെ ഇട്ട് നടന്ന് വരുന്നത് കാണുമ്പോൾ ജമ്മിയാണ്. പ്രൈസ് ദി ലോർഡ്. ജമ്മിമാർക്കെല്ലാം കുടവയറുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ആ കുടവയറ് മാറ്റാൻ ഇന്ന് 1.5 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്ത് ഹോസ്പിറ്റലിൽ പോയി അതിനെ കളയുകയാണ് ആൾക്കാർ. ഹല്ലേലൂയ. കാരണം ഇപ്പോൾ മനസ്സിലായി കുടവയറ് ജന്മത്വത്തിൻ്റെ ലക്ഷണമല്ല, അത് ഭയങ്കരമായ ഫാക്റ്റിൻ്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ സാധാരണ രീതിയിൽ ഇരുന്നാൽ പോരാ, ഒരു നോർമലായിട്ട് ഇരുന്നാൽ പോരാ, എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്നാൽ പോരാ, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നിങ്ങൾ പുഷ്ടിയുള്ളവരായിരിക്കണം. ദൈവം നിങ്ങളെ വിളിച്ചത്, ദൈവം നിങ്ങളെ വിളിച്ചു, അനുഗ്രഹിച്ചു. പറഞ്ഞാട്ടെ വിളിച്ചു, വിളിച്ചു, അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ഈ 3 കാര്യങ്ങളാണ് ദൈവ വിളി ഉള്ളവൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി ഉണ്ടോ എന്ന് സംശയമാണ്. ഹല്ലേലൂയ. ദൈവം ഒരാളിനെ വിളിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം, വിളിച്ചിട്ട് ദൈവം ചെയ്യും, അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിച്ചിട്ട് നിർത്തത്തില്ല. അവർ അനുഗ്രഹിക്കപ്പെട്ടവൻ വർദ്ധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം പറയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയെ അടക്കി വാഴണം. പറഞ്ഞാട്ടെ അടക്കി വാഴണം. വാഴാൻ വിളിക്കപ്പെട്ടവർ നമ്മൾ എല്ലാ മേഖലകളിലും ദൈവത്തിനാൽ വാഴുവാനാണ് വിളിക്കപ്പെട്ടത്. ഹല്ലേലൂയ. എന്ന് പറയുന്നത് നിറയണം. എന്താണ്? ഭൂമി മുഴുവനും നിറയണം. നമ്മൾ നിറയാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളെ നോക്കി ഇന്ന് നിങ്ങൾ പറയണം, ആ ശൂന്യതകളെ മാറ്റിയിട്ട് അവിടെ ഒരു വലിയ നിറവ് ദൈവം തരാൻ പോകുന്നു. വിശ്വാസത്താൽ നിങ്ങൾ കുഴികളെ വെട്ടുവിൻ, അതിനെ ഞാൻ നിറയ്ക്കാമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ശൂന്യതകളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചില നിറവുകളെ തരാൻ പോകുന്നു. നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ മാറുന്നു, നിങ്ങളുടെ ശാപങ്ങൾ മാറുന്നു, നിങ്ങളുടെ ശൂന്യതകൾ മാറുന്നു. ആ ശൂന്യമായിരിക്കുന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത്, ഇനി ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം പറയാണ്, ഈ സീസണിൽ ഒരു നിറവ് സംഭവിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭ നിറയാൻ പോകുന്നു. ഈ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പോകുന്നു. ഓവർഫ്ലോയിങ്, ഓവർഫ്ലോയിങ്, ഓവർഫ്ലോയിങ്. പറഞ്ഞാട്ടെ, നിറയും കവിയും ഒഴുകും. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ നിറയാൻ പോകുന്നു, കവിയാൻ പോകുന്നു, നമ്മൾ ഒഴുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിറഞ്ഞ് കവിഞ്ഞ്, അത് 3 മേഖലയാണ്. നിറയുക മാത്രമല്ല, ദൈവത്തിന് എപ്പോഴും ഏത് കാര്യം ചെയ്താലും അത് ഓവർഫ്ലോ ആകുന്ന ഒരു സംഭവമുണ്ട്. ദൈവം 5 മീനും 2 എന്താ ചെയ്തു? അപ്പം കൊണ്ട് എന്ത് ചെയ്തു? 5000 പേരെ പോഷിപ്പിച്ചിട്ട് മതി എന്ന് പറഞ്ഞോ? ദൈവം എന്താ പറഞ്ഞത്? പിന്നെ അത് കവിഞ്ഞൊഴുകി 12 കുട്ട വരെ നിറച്ചെടുത്തത് പോലെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവം വിളിച്ചിട്ട് നിറച്ച് മാത്രം തരുന്നവനല്ല, അത് കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. ഭൗതികമായി, ആത്മീകമായി, സാമ്പത്തികമായി എല്ലാ മേഖലകളിലും ഈ 8ാം മാസത്തിൽ ഒരു നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി. പ്രൈസ് പറഞ്ഞാട്ടെ, I declare and decree the name of Jesus Christ. ഞാൻ നിറയും, സഭ നിറയും, ജീവിതങ്ങൾ നിറയും, പേഴ്സുകൾ നിറയും, അക്കൗണ്ടുകൾ നിറയും. നിന്റെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിൽ ശൂന്യതകളുണ്ടോ ആ ശൂന്യതകൾ മാറും. അവിടെ ഓവർഫ്ലോ ഉണ്ടാകും. കവിഞ്ഞൊഴുകും, കവിഞ്ഞൊഴുകും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം നിന്റെ ജീവിതത്തെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. നിന്റെ ജീവിതം ഇന്നു മുതൽ കവിഞ്ഞൊഴുക്കിന്റെ ഒരു അനുഭവമായി മാറാൻ പോവുകയാണ്. ഒരു വലിയ കവിഞ്ഞു ഒഴുക്ക് ഇന്ന് പകൽ ആത്മാവിൽ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ വെളിപ്പെടാൻ പോവുകയാണ്. അപ്പൊ നിറയുകയും കവിയുകയും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അപ്പൊ മുന്നോട്ടുള്ള ഓരോ വാക്യങ്ങളിലും അവിടെ പറയുന്ന വാക്കാണ് എഫേസ്യർ 1:22 അതുപോലെ തന്നെ 3:19 ഒക്കെ പറയുകയാണ്. അവിടെ എല്ലാം നിറയ്ക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ദൈവം പറയുന്നു, ആ അഭിഷേകത്താൽ നിറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധ പൂർണ്ണനായി മാറി. ആ സ്തേഫാനോസിനെ കുറിച്ച് അവിടെ പറയുകയാണ്, പരിശുദ്ധ പൂർണ്ണനായി നിറഞ്ഞു കവിഞ്ഞു ഒഴുകി. ഹല്ലേലൂയ.
പ്രൈസ്. അപ്പോൾ ഒരു നിറവ് നിനക്ക് ആവശ്യമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിറവുണ്ടാകണമെങ്കിൽ എന്താ ആദ്യം സംഭവിക്കപ്പെടേണ്ടത്? നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് സംഭവിക്കപ്പെടണം. എവിടെ ആത്മാവിന്റെ നിറവുണ്ടോ അവിടെ ഹല്ലേലൂയ അത്ഭുതങ്ങളുണ്ട്, അവിടെ ശൂന്യതകൾ മാറും, അവിടെ പാഴായ അനുഭവങ്ങൾ മാറും, അവിടെ പുതിയത് സൃഷ്ടിക്കപ്പെടും. ഹല്ലേലൂയ. അവിടെ എന്തെങ്കിലും നിനക്കില്ല, നീ ചോദിച്ചതില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, അത് ഉണ്ടാക്കി തരണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ആത്മാവ് ഉള്ള ഇടത്ത് ദൈവത്തിന് ചിലത് ഉണ്ടാക്കി തരാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നീ എന്തെങ്കിലും പ്രാർത്ഥിച്ച് ചോദിച്ചാൽ ദൈവത്തിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം അതിനെ ഉണ്ടാക്കി തരും. ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ അപ്പനും അമ്മയും ആണെങ്കിലും നിങ്ങൾ ചോദിച്ച അവരെ കയ്യിൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. പക്ഷേ ദൈവത്തിന്റെ കയ്യിലോ? ഇന്ന് വരെ എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്താ പറയുന്നത്? എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വേറെ പുതിയത് ഉണ്ടാക്കി തരാൻ പോവുകയാണ്. പുതിയതിനെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരുവനെ ഉള്ളൂ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. അതാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവം ഇന്ന് പകല് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അവൻ വന്നത് നിറയ്ക്കാനാണ് വന്നിരിക്കുന്നത്. നിന്റെ നിറവിനോളം നിറയ്ക്കുവാൻ, നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ, നിന്നെ നിറയ്ക്കുവാൻ ഇന്ന് പകലിന്റെ കർത്താവ് വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. അവൻ നിറയ്ക്കാനാണ് വന്നിരിക്കുന്നത്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അവൻ നിന്നെ നിറയ്ക്കാനായി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 7:54 മുതൽ വായിച്ചാട്ടെ. ഇത് കേട്ടപ്പോൾ അവർ കോപപരിവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആദ്യത്തെ ഒന്നാമത്തെ വാക്യം പറഞ്ഞാട്ടെ. സ്തേഫാനോസ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ? അദ്ദേഹം ഒരു 7 പേരെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് സ്തേഫാനോസ്. ഹല്ലേലൂയ. അപ്പം കൊടുക്കുന്ന വ്യക്തിയായി ആലയത്തിനകത്ത് മറ്റേ മേശമേൽ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സ്തേഫാനോസ്. അതിൽ ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പോസോ, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. സ്തേഫാനോസിന് പ്രത്യേകമായ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ സംഭവിക്കപ്പെടാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. 7-ാം അധ്യായത്തിനകത്ത് നിങ്ങൾ കാണാൻ സാധിക്കും, അദ്ദേഹം എഴുന്നേറ്റ് ദൈവവചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. 7:8 പിന്നെ 6, 7 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വായിച്ചേ. അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും. ആ ദേശക്കാർ അവിടെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തനായ സ്തേഫാനോസ് എഴുന്നേറ്റ് അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും യോസേഫിനെ കുറിച്ചും ഒക്കെ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന സകല മനുഷ്യരും പറഞ്ഞു, ഇവൻ്റെ ആ ഭയങ്കരമായ ദൈവത്തിൻ്റെ ജ്ഞാനവും അവൻ്റെ മുഖം കണ്ട് സകലരും ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയത്തക്ക നിലവാരങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഈ സ്തേഫാനോസ് നിറയാനിടയായി. ഹല്ലേലൂയ. സ്തേഫാനോസിനെ കണ്ടവരൊക്കെ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ മുഖം പോലെ ഇരിക്കുന്നു, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ഇരിക്കുന്നു. അത് 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം അവിടെ നോക്കുമ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവത്തിൻ്റെ ദൂതൻ്റെ പോലെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ 6:8 വായിച്ചാട്ടെ. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി, അവിടെയും പറയാണ് നിറഞ്ഞവനായി, ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അങ്ങനെയുള്ള ഈ സ്തേഫാനോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടതായ പിശാച് പിടിച്ച, ദുരാത്മാവ് പിടിച്ച ന്യായാധിപ സംഘത്തിനകത്തുള്ള അല്ലെങ്കിൽ പരീശന്മാരായ ആൾക്കാർ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ സ്തേഫാനോസ് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അവർ പല്ല് കടിച്ചു. പറഞ്ഞാട്ടെ, പല്ല് കടിച്ചു. ഹല്ലേലൂയ. അവരെല്ലാം കൂടെ ചേർന്ന് സ്തേഫാനോസിനെതിരായി എന്ത് ചെയ്തു? പല്ല് കടിച്ചു. വായിച്ചോ. പല്ല് കടിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അപ്പൊ ഇവരെല്ലാവർക്കും പല്ലുകടി ഉണ്ടായപ്പോൾ സ്തേഫാനോസിന് എന്താണ് ഉണ്ടായത്? പരിശുദ്ധാത്മാവ്. അവൻ പല്ല് കടിച്ചോ? ഈ പല്ല് കടിച്ചോണ്ട് നിന്നവന്മാരെ പല്ലെല്ലാം പൊട്ടി അവൻ ഇടപാട് തീർന്നുകൊണ്ടിരുന്നപ്പോൾ ഈ അഭിഷേകമുള്ളവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിനാൽ നിറയുവാനിടയായി.
ഇന്ന് പകരം നീ ഏതെങ്കിലും ഒരു പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിൽ ആത്മാ പറയുന്നു, നിനക്ക് വിരോധമായി ആൾക്കാർ എഴുന്നേറ്റ് പല്ല് കടിച്ച് അപവാദങ്ങളും അപരാധങ്ങളും പറഞ്ഞ് നിന്ദിച്ച് പരിഹസിച്ച് കല്ലെറിയപ്പോൾ ആത്മാവുള്ളവന്റെ ഒരു പ്രത്യേകത, അവൻ ആത്മപൂർണനായി പരിശുദ്ധ നിറവുള്ളവനായി മാറി. കർത്താവ് പറയുക, നിന്റെ ജീവിതത്തെ നോക്കിയാണ് കർത്താവ് പറയുന്നത്. ആരെങ്കിലും ഇതിനകത്ത് പ്രതികൂലത്തിനകത്ത് നിൽക്കുകയാണെങ്കിൽ കർത്താവ് പറയുകയാണ്, നീ നോക്കേണ്ടത് ഈ പല്ല് കടിക്കുന്നവരെ അല്ല, പ്രതികൂലമുണ്ടാക്കുന്നവരെ അല്ല, വിഷയമുണ്ടാക്കുന്നവരെ അല്ല, പ്രശ്നമുണ്ടാക്കേണ്ടവരല്ല. ആത്മാവിൽ നടക്കുന്നവന്റെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ താഴെ നിന്ന് അവനെ കല്ലെറിയാൻ കല്ലെടുക്കുന്നവനെ അല്ല കാണുന്നത്. ഹല്ലേലൂയ. അവൻ പല്ലിറുന്നവനെ അല്ല കാണുന്നത്. അവൻ കാണുന്നത് അവന്റെ മുഖം മുകളിലോട്ട് ഉയർത്തിയിട്ട് അവൻ അഭിഷേകത്താൽ നിറയുവാനിടയായി. അവൻ പരിശുദ്ധ പൂർണ്ണനായെന്നാ പറയുന്നു. എന്ത് ചെയ്തു? ഒരു കൂട്ടം പേര് ഒരു സൈഡിൽ നിന്ന് പല്ല് കടിച്ചോണ്ട് നിന്നപ്പോൾ ഹല്ലേലൂയ, ഈ ദൈവവിളിയുള്ളവന്റെ പ്രത്യേകത, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കാണാൻ സാധിക്കും 5 തരത്തിലുള്ള കൃപാവരങ്ങളെ ഈ സ്തേഫാനോസിന്റെ മേലുണ്ടായിരുന്നു. എന്താണ് 5 തരത്തിലുള്ള കൃപാവരങ്ങൾ? എന്തൊക്കെയാണ്? ജ്ഞാനത്താൽ നിറഞ്ഞു, പരിജ്ഞാനത്താൽ നിറഞ്ഞു, കൃപയാൽ നിറഞ്ഞു, ശക്തിയാൽ നിറഞ്ഞു. ഹല്ലേലൂയ. 5 തരത്തിൽ ഒരു നിറവുണ്ടായി. എന്താ ഈ 5 തരത്തിലുള്ള നിറവുണ്ടാകാൻ കാരണം? സ്തേഫാനോസ് പ്രസംഗിച്ചപ്പോൾ സ്തേഫാനോസിന് എതിരായി ഇവർ പറഞ്ഞത് 5 തരത്തിലുള്ള കള്ളങ്ങളാണ്. ഇവൻ മോശയെ തള്ളി പറഞ്ഞു, ഇവൻ ന്യായപ്രമാണത്തെ തള്ളി പറഞ്ഞു. അങ്ങനെ തുടങ്ങി 5 തരത്തിലുള്ള കള്ളവും കപടവും ജനങ്ങൾ കൊണ്ടുവന്ന് സ്തേഫാനോസിനെതിരായി പറഞ്ഞപ്പോൾ അവിടെ ദൈവം ചെയ്തത്, ഈ 5 തരത്തിൽ അവനെതിരായി വിരോധം പറഞ്ഞവരുടെ മുമ്പിൽ 5 കൃപാവരങ്ങളെ സ്തേഫാനോസിന് ദൈവം കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകല് നീ ഓർത്തോ, പ്രതികൂലമില്ലെങ്കിൽ അഭിഷേകമില്ല, പ്രതികൂലം ഉണ്ടെങ്കിലേ അടുത്ത സീസൺ ഉണ്ടോ. ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഫലമുള്ളിടത്തെ എറി വരത്തുള്ളൂ. ഹല്ലേലൂയ. നിന്നെ എറിയാൻ ആൾക്കാർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അവൻ എറിയട്ടെ, അവൻ പല്ലിറമട്ടെ, അവൻ സർപ്പത്തെ പോലെ എഴുന്നേറ്റ് പണം വിടർത്തി ആടട്ടെ. അതവൻ പണ്ടേ അവന്റെ അകത്തുള്ള ആ ദുഷ്ടാത്മാവിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ ഇന്ന് പകൽ ആത്മനിറവുള്ളവനെ നോക്കി ഞാൻ ദൂത് പറയുന്നു, നിനക്കെന്താ സംഭവിക്കുന്നത്? അവർ നിനക്ക് വിരോധമായി 5 കാര്യം പറഞ്ഞാൽ, ഹല്ലേലൂയ, 5 കൃപാവരങ്ങളെ, പുതിയ അഭിഷേകത്തെ, പുതിയ ശക്തിയെ, പുതിയ കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്റെ മേൽ പകർന്ന് നിന്റെ സീസൺ മാറും. നീ അവരെയല്ല നോക്കേണ്ടത്, ഇന്ന് പകൽ നീ നോക്കേണ്ടത് ആ നിന്നെ വിളിച്ചവനിലേക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിനക്ക് പ്രതികൂലം എത്ര വിഷയമാണ്? ആരൊക്കെയാണ് നിനക്ക് പ്രതികൂലം? എത്ര വിഷയങ്ങളാണ് നിനക്ക് പ്രതികൂലം? ഏതൊക്കെ പ്രതിസന്ധികളാണ് നിനക്കുള്ളത്? എന്നാൽ ഇന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു, ഇതാ കൃപാവരങ്ങളാൽ, കൃപാവരങ്ങളാൽ, അഭിഷേകത്താൽ ദൈവം നിന്നെ നിറയ്ക്കാൻ പോയ. നിനക്ക് വിരോധമായി എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവം അതിന്റെ ഇരട്ടിയായ ഒരു അഭിഷേകം, ഇരട്ടിയായ ദൈവശക്തി, ഇരട്ടിയായ ദൈവകൃപ ഇന്ന് പകൽ. അതാ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. ദൈവരാജ്യത്തിനകത്ത് നീ കേറിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ലോകം പറയുന്നത് പോലെയല്ല ദൈവം ചെയ്യുന്നത്. നിന്നെ വിളിച്ചത് ദൈവമാണോ? ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കും. നിന്നെ ദൈവം അഭിഷേകം ചെയ്യും. ദൈവം നിന്റെ കൃപാവരങ്ങളാൽ നിറയ്ക്കും. 5 തരത്തിലുള്ള കള്ളം ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ജനങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ മോശയ്ക്കെതിരായി സംസാരിച്ചു. ഇതേ കാര്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി സംസാരിച്ചു, മോശയ്ക്കെതിരായി സംസാരിച്ചു. ഇവൻ സ്വയം ദൈവമായി, ഇവൻ ദൈവപുത്രനാണെന്ന് പറയുന്നു. ഇവൻ മരിച്ചിട്ട് എഴുന്നേക്കുമെന്ന് പറയുന്നു. ഇവൻ ദൈവദൂഷണം പറയുന്നു. ആരെ കുറിച്ച് പറയുന്നത്? ആരാ പറയുന്നത്?
ഇവന്റെ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചവർ, ഇവന്റെ അവന്റെ തലയ്ക്ക് വെച്ച് കുരുട്ട് കണ്ണ് തുറന്നവർ, ഇവന്റെ മരിച്ച മക്കളെ തിരിച്ചു കൊടുത്തവർ, അവർ പറയുകയാണ് ബറബാസിനെ ഞങ്ങൾക്ക് മതി. ഇന്ന് ഇവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ഇതേപോലെ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? നോക്കി നിന്നവരും പറഞ്ഞു, അവനെ എന്ത് ചെയ്താലും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും ഈ ശാപം വന്നാലും പ്രശ്നമില്ല, അവനെ തൂക്കിക്കൊല്ലുക, അവനെ എറിഞ്ഞു കൊല്ലുക, അവനെ ക്രൂശിക്കുക എന്ന് ജനം ആർത്തപ്പോൾ ഹല്ലേലൂയ, ജനത്തിന്റെ ആഗ്രഹപ്രകാരം ക്രൂശിക്കപ്പെടൽ നടന്നു. പക്ഷേ ഹല്ലേലൂയ, ശാപം അവനും അവന്റെ തലമുറയുടെ മേൽ വരുവാനിടയായി. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചവൻ സംഭവിച്ചത്, മൂന്നാം നാൾ അവൻ ക്രൂശിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അവൻ മരിച്ചടക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പഴയതിനേക്കാളും 1000 മടങ്ങ് ശക്തിയോടെ, റിസറക്ഷൻ പവറോടെ, ഒരു ഉയർപ്പിന്റെ ശക്തി യേശു ക്രിസ്തുവിന്റെ മേൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം നിനക്ക് വിരോധമായി 1000 10,000 എഴുന്നേറ്റാലും അവരും അവരുടെ തലമുറകളും ഹല്ലേലൂയ ശാപഗ്രസ്തരായി മാറും. എന്നാൽ ഇന്ന് പകല് നീയോ ഉയർത്തെഴുന്നേൽക്കും. ഒരു റിസറക്ഷൻ പവർ നിന്റെ മേൽ വരാൻ പോകും. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. ഇവിടെ 5 തരത്തിലുള്ള കുറ്റം ആരോപിച്ചപ്പോൾ ഹല്ലേലൂയ കൊണ്ടുവന്ന കള്ളനെ പോലെ നിർത്തിയപ്പോൾ കർത്താവ് മോളിൽ ഇരുന്ന് പറഞ്ഞു, ഇത് 5 കൃപാവരം വെച്ചോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പല്ലിറുമെന്ന ആൾക്കാരുടെ മുമ്പിൽ അഭിഷേകമുള്ളവൻ ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെയും ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും അതിന് പകരം അനുഗ്രഹം അനുഭവിക്കാൻ നീ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് നീ അനുഗ്രഹിക്കുന്നവനായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതാണ് 3 കൊലോസ്യർ 3:1 പറയുന്നത്, നീ നോക്കേണ്ടത് താഴോട്ടല്ല, നീ ഉയരത്തിലുള്ളത് കാണണം. ഹല്ലേലൂയ. നീ ഭൂമിയിലുള്ളതിനെ അല്ല കാണേണ്ടത്, നീ ഉയരത്തിലുള്ളതാണ് കാണേണ്ടത്. ഇന്ന് പകൽ ഉയരത്തിലുള്ളതിനെ കാണാൻ കണ്ണുകളെ തുറക്കുന്ന, നിന്റെ തലകളെ മുകളിലോട്ട് ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആരെങ്കിലും ഭൂമിയിലുള്ളതിനെയാണോ നീ കാംക്ഷിക്കുന്നത്, അതോ നീ മുകളിലുള്ള ഉയരത്തിലുള്ളതിന് വേണ്ടിയാണോ നീ കാംക്ഷിക്കുന്നത്? ഇന്ന് പകൽ അങ്ങനെയുള്ളവൻ ചില കാഴ്ചകൾ കാണാൻ പോയ പല്ലിറുമിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അഭിഷേകമുള്ളവൻ അഭിഷേകത്തിൽ നിറഞ്ഞു. ഹല്ലേലൂയ. അതുവരെ ഉള്ളതിനേക്കാളും ഒരു നിറവ് അവിടെ വെളിപ്പെട്ടു. നിറഞ്ഞ ആത്മപൂർണനായ, എന്താ പറഞ്ഞത്? ആത്മപൂർണ. അപ്പോഴാണ് പൂർണ്ണത വരുന്നത്. നിന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിന്റെ നടുവിലാണ് നിന്റെ അഭിഷേകം അതിന്റെ പൂർണ്ണ തലങ്ങളിൽ വെളിപ്പെട്ട് വരുന്നത്. നിന്റെ അഭിഷേകങ്ങളുടെ നടുവിലാണ് നീ ആരാണ്, നിന്റെ അകത്തുള്ള അഭിഷേകം എന്താണ്, നിന്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തുവാനാണ് നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ പ്രതികൂലം. ഗോലിയാത്ത് എന്ന് പറയുന്ന വ്യക്തി വന്നപ്പോഴാണ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ആരെന്ന് ലോകം അറിഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ പ്രതികൂലമായി ഗോലിയാത്ത് നിൽക്കുമ്പോൾ അപ്പോഴാ ലോകം പറയും, ഇതാ ഒരു ദാവീദ് എഴുന്നേൽക്കുന്നു. അഭിഷേകമുള്ള ദാവീദിന്റെ മുമ്പിൽ പ്രതികൂലമായി നിന്ന ഗോലിയാത്തിനെ വെട്ടിക്കളഞ്ഞതുപോലെ ഇന്ന് പകൽ ആത്മാ പറയാണ്, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ, അതിനെ നിറവിനോളം എത്തിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തൊരു കാര്യം കൊടുത്ത് പറഞ്ഞാൽ, പ്രതികൂലം കണ്ട് ഭയപ്പെടണ്ട, പ്രശ്നം കണ്ട് ഭയപ്പെടണ്ട, നീ പൂർണ്ണതയിലെത്താൻ പോവുക. നിന്റെ അഭിഷേകം പൂർണ്ണമായി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ മിനിസ്ട്രി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ കെട്ടുകൾ പൊട്ടാൻ പോവുകയാണ്. നീ ചിലത് കാണാൻ പോവുകയാണ്. നിന്റെ ലൈഫിൽ ചില പൂർണ്ണതകൾ വെളിപ്പെടാൻ പോകുന്നു. അടുത്ത സീസൺ വെളിപ്പെടുന്നു. അടുത്ത മേജർ ഷിഫ്റ്റിംഗ് വെളിപ്പെടാൻ പോകുന്നു. അടുത്ത മണ്ഡലത്തിലോട്ട് കയറാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ. വായിച്ചോ, ആത്മപൂർണരായി അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്വർഗത്തിലോട്ട് ആര് നോക്കി? ഇപ്പൊ നിങ്ങളെ വിളിച്ചത് ഇവിടെ നോക്കാനാണ്, അത് അടുത്തിരിക്കുന്നവരെ നോക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ വിളി എന്താണ്? എന്തിനാ ദൈവമക്കളായ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച നമ്മുടെ ദൗത്യം എന്താണ്? നമ്മൾ എന്തിനാ ദൈവം വിളിച്ചത്? ആരെ കാണാൻ, ആരെ നോക്കാൻ? യേശുവിനെ അല്ലേ? അതിനല്ലേ വിളിച്ചത്? അതിനാണോ വിളിച്ചത്? അതിനാണോ വരുന്നത്? ചോദിച്ച് അടുത്തിരിക്കുന്നവരോട് എന്തിനാ വരുന്നതെന്ന് ചോദിക്കും. കഷ്ടപ്പെട്ട് വണ്ടി പിടിച്ച് സ്പ്രേ അടിച്ച് കുട്ടിക്കോറ പൗഡർ എടുത്തിട്ട്
ലിപ്സ്റ്റിക്കും തേച്ച് എന്തിനാ ഇവിടെ വരുന്നത്? എന്തിനാ വരുന്നത്? എന്തിനാ സഹോദരി വരുന്നത്? ഹല്ലേലൂയ. നമ്മൾ എന്തിനാ വരുന്നത്? ആരെ കാണാൻ? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കാണാനാണ് വരുന്നതെങ്കിൽ കണ്ടിട്ടേ പോകും. ഹല്ലേലൂയ. ഇപ്പൊ സ്തെഫാനോസിനെ കല്ലെറിയാൻ വേണ്ടി 1-2 പേരാണ് വന്നത്. എത്ര പേര് വന്നു? 1000 പുരുഷാരം എന്നാ പറയുന്നത്, വലിയ പുരുഷാരം. അവരാരും എന്താ കാണാത്തത്? അവരാരും സ്തെഫാനോസ് നോക്കിയതുപോലെ നോക്കിയില്ല. അവരാരും സ്തെഫാനോസ് പറഞ്ഞതുപോലെ പറഞ്ഞില്ല. അവരാരും ഈ സ്തെഫാനോസ് വിശ്വസിച്ച യേശുവിൽ വിശ്വസിച്ചില്ല. അവരാരും പൂർണ്ണരായില്ല, ആത്മപൂർണരുമായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാം സ്തെഫാനോസിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സ്തെഫാനോസ് ദൈവത്തെ നോക്കി. ഓ പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വെളിപ്പാട് കിട്ടി? കുറച്ച് നാൾ പിടിക്കും വെളിപ്പാട് കിട്ടാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാടല്ല, വെളിവില്ലാതിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ വെളിപ്പാട് പറഞ്ഞിട്ട് വല്ല കാര്യമാണ്. നമ്മളെ വെളിപ്പാട് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞ് എത്രയോ പേര് രക്ഷപ്പെട്ട് ഗുണപ്പെട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് വെളിപ്പാടല്ലേ. സ്തോത്രം. സ്തോത്രം. 2 കാര്യം ഇതിൽ ഒരു വലിയ ഇതാണ്. ഒന്ന്, ജനക്കൂട്ടം പുരുഷാരമല്ല ആരെ നോക്കി? ആരെ നോക്കി? സ്തെഫാനോസിനെ നോക്കി. സ്തെഫാനോസിനെ നോക്കി ആർക്കെങ്കിലും വല്ലതും കാണാൻ പറ്റുമോ? നിന്റെ അടുത്തിരിക്കുന്നവനെയോ നാട്ടുകാരെ വീട്ടിലോ ചർച്ചിൽ വരുന്നവരെ നോക്കിയാൽ നീ ആരെ നോക്കിക്കഴിഞ്ഞാൽ അവരിലുള്ളതല്ലേ നിനക്ക് കിട്ടും. അപ്പൊ സ്തെഫാനോസിനെ നോക്കിയപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവരുടെ പല്ലിറുമി, അവർ കല്ലെടുത്തു. പക്ഷേ സ്തെഫാനോസ് ആരെ നോക്കി? ഈ പല്ലിറുന്നവനെ നോക്കിയത്, അവനെ വിളിച്ചവനിലേക്ക് അവൻ നോക്കി. ഒന്ന് അടുത്ത് പറഞ്ഞേട്ടെ, വിളിച്ചവനിലോട്ടൊന്ന് നോക്ക്. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവനിലോട്ട് നീ നോക്കണം. സ്തെഫാനോസ് ഒരിക്കലും എറിഞ്ഞവരോട് പറഞ്ഞില്ല, അയ്യോ നിർത്തിക്കോ നിർത്തിക്കോ, എന്നെ കൊല്ലരുത്, എന്നെ കല്ലെറി നിർത്താൻ. അതിന് പകരം ദൈവം അഭിഷിക്തം പറഞ്ഞത്, എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ, കല്ലെറിഞ്ഞോ, കുറച്ചുകൂടെ കല്ലെറിഞ്ഞോ, വേണമെങ്കിൽ 1 ലോറി ചല്ലി ഞാൻ കൊണ്ടുവന്ന് ഇട്ട് തരാം. പെട്ടെന്ന് എന്നെ എറിഞ്ഞ് എങ്ങനെയെങ്കിലും മുകളിലോട്ടൊന്ന് എത്തിക്ക്. കാരണം ഈ ഭൂമിയിൽ നിൽക്കുന്നതിനേക്കാൾ ഞാൻ കണ്ട മഹത്വത്തിനകത്ത് കയറുന്നത്, അതാണ് ഇന്ന് പകൽ വെളിപ്പാടുള്ള ദൈവമക്കള്. പൗലോസ് പറഞ്ഞത്, ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ വേലയൊന്ന് തികച്ചിട്ട് എനിക്ക് എന്റെ കർത്താവിന്റെ അടുക്കൽ എത്തിയാ മതി. കാരണം മഹിമ കണ്ട സാക്ഷികൾക്ക്, മഹത്വം കണ്ടവന്റെ പ്രത്യേകത, അവൻ ഈ ഭൂമിയിലുള്ളവന്മാരെ അല്ല നോക്കുന്നത്, അവൻ നോക്കുന്നത് അവനെ വിളിച്ച അവന്റെ ഉപനിധിയായ കർത്താവിനെ അവൻ നോക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൂമിയിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം, സകല വിഷയങ്ങളുടെയും കാരണം, സകലരുടെയും പരാജയത്തിന്റെ കാരണം, സകലരുടെയും തകർച്ചയുടെ കാരണം, സകലരുടെയും വേദനയുടെ കാരണം അവർ ഇന്ന് വരെ കർത്താവിനെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കേണ്ടവനെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുവേൻ എന്ന ദൈവത്തിന്റെ വചനം 12-ാം അധ്യായം എബ്രായർ 12:1 പറയുമ്പോൾ വിശ്വാസത്തിന്റെ നായകൻ, നിന്റെ വിശ്വാസത്തിന്റെ നായകൻ, നിന്റെ പ്രാണനാഥൻ, നിന്നെ നടത്തുന്നവൻ, നിന്നെ വിളിച്ചവൻ, നിന്നെ അനുഗ്രഹിച്ചവൻ, നിന്നെ വർദ്ധിപ്പിക്കുന്നവൻ ആരാണ്? അവൻ വേറെ ആരുമല്ല, എന്റെ കർത്താവായ യേശുവാണ്. ആ യേശുവിനേക്ക് നോക്കുവേൻ. ഹല്ലേലൂയ. നിന്റെ നോട്ടം മാറിപ്പോയാൽ നിന്റെ ഓട്ടം തകർന്നു പോകും. നീ ഓട്ടം തികയ്ക്കാതെ വീട്ടിലിരിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് പലരുടെയും ജീവിതത്തിന്റെ നടുവില് ആ ഓട്ടക്കളത്തിനകത്ത് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ക്രിസ്തുവിനെ കാണുന്നതിന് പകരം നോട്ടം മാറിയപ്പോൾ പത്രോസ് വെള്ളത്തിൽ മുങ്ങിപ്പോയതുപോലെ പത്രോസിനോട് കർത്താവ് പറയാണ്, മോനെ, നീ ഞാൻ നടന്നു വരുന്നത് പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ആ തടാകത്തില് വെള്ളത്തിന്റെ മുകളിൽ ഇറങ്ങി നടന്നോ. നോക്കിയപ്പോൾ നടക്കാൻ പറ്റി. യേശു ക്രിസ്തുവിനെ നോക്കി ഇറങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിയില്ല.
നോക്കി മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ വെള്ളത്തിൽ മുങ്ങിയില്ല. പക്ഷെ എപ്പോൾ ചുറ്റുപാട് നോക്കിയോ, എപ്പോ വെള്ളത്തിൽ നോക്കിയോ, അപ്പോൾ പത്രോസ് മുങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകല് നിന്നെ വിളിച്ച ആ യേശുവിലോട്ട് നോക്കുന്നതിന് പകരം സ്തെഫാനോസിലോട്ടോ ലോകത്തിലോട്ടോ നിന്നെ മുക്കുന്ന വെള്ളത്തിലോട്ടോ നിന്നെ തകർക്കുന്ന സാഹചര്യങ്ങളിലോട്ടോ അല്ല നീ നോക്കേണ്ടത് നിന്റെ മുഖം ലജ്ജിച്ചു പോകാത്ത, എന്റെ മുഖം കണ്ടവർ ലജ്ജിച്ചു പോകത്തില്ല. എന്റെ മുഖം നോക്കിയവരാരും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. അതിനെന്താ പറയുന്നത്? എന്റെ മുഖം നോക്കിയവരാരും അവന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ഞാൻ അവന് കൊടുക്കും. ഹല്ലേലൂയ. 37 സങ്കീർത്തനം 4 പറയാണ്, നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളൊക്കെ നിനക്ക് തരണമെങ്കിൽ നീ നോക്കേണ്ടവനെ നോക്കണം, നിന്നെ വിളിച്ചവനിലേക്ക് നോക്കണം. അവനാണ് നിന്റെ വിശ്വാസത്തിന്റെ നായകൻ, നിന്റെ അകത്തുള്ള ശ്വാസത്തിന്റെ നായകൻ. നിന്നെ അടുത്ത നാളിലോട്ട് നടത്തുന്നവൻ ആരാണ്? ആ നായകൻ ആരാ? നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആരാ? നാട്ടുകാരാണോ? നിന്റെ കൂട്ടുകാരാണോ? നിന്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും നിന്റെ കയ്യിൽ പിടിച്ചോ? നീ ഹല്ലേലൂയ ആരെയാണ് നിന്നെ നടത്തുന്നത്? നിന്റെ ഇടയൻ ആരാണ്? നിന്റെ ഇടയൻ ആരാണ്? കഴിഞ്ഞ നാള് വരെ നിന്നെ നടത്തിയവൻ ആരാണ്? മനുഷ്യനാണോ അതോ ദൈവമാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലരും നന്ദി കിട്ടവരായി എന്താണെന്നറിയാമോ? അത്രയും നാൾ ദൈവം നടത്തി, ദൈവം അത്ഭുതം ചെയ്തു, ദൈവം ചെയ്തു എന്ന് പറഞ്ഞ് പലരും നടന്ന് സാക്ഷി പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു നാളിൽ അവർ ദൈവത്തെ കൈവിട്ടിട്ട് മനുഷ്യന്റെ വാക്ക് കേട്ട് കുഴഞ്ഞ് അവർക്ക് കൈ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ ഒരിക്കലും അവർ അന്ധതമസ്സിലാകുന്നത്, അവർ കൂരിരുട്ടിലാകുന്നത്, അവർക്ക് സ്വസ്ഥത ഇല്ലാതാകുന്നത്, അവർക്ക് സമാധാനം ഇല്ലാതാകുന്നത്. എന്നാൽ ഇന്ന് പകല് നിന്നെ വിളിച്ചവരിലോട്ട് നീ ഒന്ന് നോക്കിയാൽ നിന്റെ ലൈഫിൽ ഒരു നാളും നിനക്ക് അന്ധതമസ് ഉണ്ടാകത്തില്ല, നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്തെഫാനോസിനെ പോലെയാ നമ്മളും ആകേണ്ടത്, പത്രോസിനെ പോലെയാ നമ്മൾ ആകേണ്ടത്. ആ വിളിച്ചവനിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അവൻ നിന്നെ ഒരു കാലത്തും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിനക്ക് ചുറ്റും നിന്ന് നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഒരു കൂട്ടം പേര് നിന്റെ കൂടെ ചേർന്ന് നടക്കുന്ന സകല മനുഷ്യരും നിന്നെ വഞ്ചിച്ച് ചതിച്ച് കാലുവാരി തള്ളിയിടാൻ നോക്കുമ്പോൾ ഇന്ന് പകൽ നിന്റെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ, നിന്റെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് പറയാണ്, നീ കാണേണ്ടവനെ കാണും, കാണേണ്ടവനെ നീ കാണും, നീ ആത്മപൂർണനായി മാറും, നീ ആത്മപൂർണനായി മാറും. ഹല്ലേലൂയ. അവൻ ആത്മപൂർണനായി. ഹല്ലേലൂയ. മറ്റു പലരും വേറെ പലതിലും പൂർണ്ണതയില്ല എത്തി. ചില ആൾക്കാർ പിശാച് പൂർണ്ണമാന്മാരായി, എന്നാൽ ചിലർ ആത്മപൂർണരായി. ഈ ആത്മപൂർണരാകണമെങ്കിൽ യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. നോക്ക, അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ സാധിക്കും ദൈവമക്കളെ? എങ്ങനെയാ സാധിക്കുന്നത്? പ്രശ്നത്തിന്റെയും പ്രതികൂലത്തിന്റെയും കല്ലെറിയുടെ നടുവില് ഹല്ലേലൂയ സ്തെഫാനോസിന് എങ്ങനെ ആത്മപൂർണനാകാൻ പറ്റി? അവന്റെ ഹൃദയം മുഴുവനും അവന് ഭയമില്ല, മനുഷ്യനെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല, ഏതൊരു ഭയവും മനുഷ്യനെ ഇല്ല. കാരണം അവനറിയാം അവൻ ഒന്നുമല്ലാതെ അപ്പം കൊടുത്തുകൊണ്ട് ഒരു സാധാരണ ഒരു കഞ്ഞി കൊടുക്കുന്നവനായി മേശമേൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്ന എന്നെ എൻ്റെ ദൈവം ആ ജ്ഞാനം കൊണ്ട് നിറച്ചു, ശക്തി കൊണ്ട് നിറച്ചു, കൃപാവരങ്ങളാൽ നിറച്ച്, എന്നെ അഭിഷേകത്താൽ നിറച്ച് അപ്പോസ്തലന്മാരെക്കാളും ശക്തനാക്കി എന്നെ ദൈവം മാറ്റിയെങ്കിൽ ഒരു യോഗ്യതകളും ഇല്ലാതിരുന്ന കഞ്ഞിപ്പുരയ്ക്കകത്തു നിന്ന് എന്നെ വെളിയിൽ കൊണ്ടുവന്ന് നിർത്തി ആയിരങ്ങളുടെ നടുവില് ഈ ശുശ്രൂഷ ചെയ്യാൻ എന്നെ ഉപയോഗിച്ച എനിക്ക് എന്റെ ദൈവമുണ്ട്. അതുകൊണ്ട് ആ സ്തെഫാനോസ് പറയാണ്, ജ്ഞാനമില്ലാതിരുന്ന എനിക്ക് ജ്ഞാനം തന്നവൻ, ശക്തിയില്ലാതിരുന്ന എനിക്ക് ശക്തി തന്നവൻ, കൃപയില്ലാതിരുന്ന എനിക്ക് കൃപ തന്നവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും, ഈ ജനത്തെ ഞാൻ നോക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ജോലി കല്ലെറിയുകയാണ്, അവരുടെ ജോലി പല്ലിറുമുകയാണ്. പല്ലിറുമുന്നത് ആരാ? ഒരാളെ കണ്ട് ദേഷ്യം വന്ന് മുഖമൊക്കെ ചുവന്ന് കണ്ണൻ തുറിച്ച് ബൾബ് പോലെ ആയി. ഈ പല്ലിറുമ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വെള്ളോടിക്കാരന്മാർക്ക് നന്നായിട്ട് അറിയാം. പിശാചുള്ളവരെല്ലാം പല്ലിറുമും, ആക്കം കടിക്കും, നിന്നെ കാക്കൂലി ചിലര്, നിന്നെ തീർത്ത് കളയും. ഇതെല്ലാം ആരാണ്?
പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോ അവരിത് ചെയ്തോ അത് അവർ പിശാചിന്റെ മക്കളായി. പ്രൈസ്. പക്ഷെ നമ്മുടെ ജോലി എന്താ? മുകളിലോട്ട് നോക്കുക. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു മുകളിലോട്ട് നോക്കിയേ. ആ മുകളിലോട്ടൊന്ന് നോക്കുക. കർത്താവിനെ നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലെത്തി. ഹല്ലേലൂയ. അത് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചോ. ആത്മപൂർണ്ണനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ സ്തെഫാനോസ് ആ മുകളിലോട്ട് കർത്താവിനെ ഉറ്റുനോക്കിയപ്പോൾ ഈ താഴെ നിന്നോമാര് സ്തെഫാനോസിന്റെ വസ്ത്രം വലിച്ചു കീറണം, അവനെ എങ്ങനെ എവിടെയൊക്കെ എറിഞ്ഞ കൊല്ലാം, എങ്ങനെയൊക്കെ പെട്ടെന്നെറിഞ്ഞ് കൊല്ലാം. ഈ ഐഡിയയിൽ നിൽക്കുമ്പോൾ സ്തെഫാനോസ് കാണുന്നത് മഹത്വം കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്തെഫാനോസ് കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലത്തിനാണോ സഹോദര സഹോദരി? നീ ഒന്ന് കർത്താവിനെ ഒന്ന് നോക്ക്. നീ മഹത്വം കാണാൻ പോകുക. കർത്താവിനും ഉയരങ്ങളിലോട്ടൊന്ന് നോക്ക്. യേശു പറയുക, ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നവരാണോ നീ? എന്റെ ദൈവം എന്നോട് പറയുകയാണ്, നീ ഉയരത്തിലോട്ട് ഉറ്റുനോക്കുക. നോക്കുക എന്നതും ഉറ്റുനോക്കുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? നോട്ടത്തിനും ഉറ്റുനോക്കുന്നതിനും തമ്മിൽ നോക്കി, എല്ലാരും നോക്കി. പക്ഷെ ഒരാളിനെ ഉറ്റുനോക്കുക എന്ന് പറഞ്ഞ എന്താണ്? ആ ആളിനെ തന്നെ ശ്രദ്ധിച്ച് ആ ആളിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക എന്ന് പറഞ്ഞാൽ എല്ലാരും നോക്കാണ്ട് ഞാൻ എല്ലാരും നോക്കുന്നു. എന്റെ കണ്ണിൽ, എന്റെ ഫ്രെയിമിൽ എല്ലാവരും വന്നു. അങ്ങനെയുള്ളവരാണ് കൂടുതൽ ഇവിടെ വരുന്നത്. ഇടയ്ക്ക് യേശുവിനെയും കാണുന്നുണ്ട്, മിന്നായം പോലെ ബാക്കി എല്ലാവരെയും കാണുന്നുണ്ട്. അതാണ് വിഷയം. ആ നോട്ടം കറക്റ്റ് അല്ല. ഉറ്റു നോക്കണം. എന്ത് ചെയ്യണം? പറഞ്ഞിട്ട് അടുത്തിരി പറഞ്ഞു ഉറ്റു നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിനെ ഉറ്റു നോക്കണം. ആരെ നോക്കണം? നാട്ടുകാരെ നോക്കാനല്ല, വീട്ടുകാരെ നോക്കാനല്ല, ആരെ നോക്കാനല്ല, നോക്കുകയല്ല, ഉറ്റു നോക്കണം. ഉറ്റു നോക്കുക എന്ന് പറഞ്ഞാൽ അവനെ തന്നെ നോക്കണം. ആ രണ്ട് കണ്ണുകൾക്കകത്ത് യേശു അല്ലാതെ വേറെ ആരും വരരുത്. അങ്ങനെ ഒരു നോട്ടമാണ് നീ നോക്കുന്നതെങ്കിൽ, അങ്ങനെ നോക്കുന്നവന്റെ ജീവിതം മഹത്വം കാണുന്ന ജീവിതമായിരിക്കും. അവൻ യേശുവിന്റെ മഹത്വം കാണാനിടയാകും. ഹല്ലേലൂയ. സ്തെഫാനോസ് നോക്കിയത് നോക്കിയല്ല, ഉറ്റു നോക്കി. പറഞ്ഞിട്ട് ഉറ്റു നോക്കാൻ പറ. ഉറ്റു നോക്കണം. ആ ക്രിസ്തുവിനെ നീ ഉറ്റു നോക്കുമ്പോൾ ഞാൻ എഴുതി വെച്ച് തരാം, നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചില ഗോൾഡ് കാണുമ്പോൾ ചിലർ അതിൽ ഉറ്റു നോക്കും. നാട്ടുകാരും കാണത്തില്ല പോലെ. പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതിൽ നമ്മൾ ഉറ്റു നോക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പലഹാരം കിട്ടിയാലും, ആഹാരം കിട്ടിയാലും നമ്മൾ അതിനെ ഉറ്റു നോക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശു ക്രിസ്തു എന്ന ആ മന്നയെ, സ്വർഗത്തിലെ മന്നയെ ഇന്ന് നീ ഉറ്റു നോക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം ആടപടലം മാറാൻ പോവുക, അടിമുടി മാറാൻ പോവുക, അപ്സ് ആൻഡ് ഡൗൺ ചേഞ്ച് ആകാൻ പോവുക. അതിഭയങ്കരമായ ഒരു ഗ്ലോറി ഈ 2023 8ാം മാസത്തിൽ ദൈവത്തിന്റെ ഗ്ലോറിയെ, ദൈവത്തിന്റെ മഹത്വത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുകയാണെങ്കിൽ എന്റെ ദൈവം പറയുകയാണ്, യേശുവിനെ നീ ഉറ്റു നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറ്റു നോക്കിയാലുണ്ടല്ലോ പെട്ടെന്ന് അവിടുന്ന് ലോങ് ആയിട്ടുള്ള പോവല്, ലോങ് ഡെലിവറൻസ് ഇല്ലാതെ ലോങ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയമാണോ? നിന്റെ നോട്ടം കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. നീ ഉറ്റു നോക്കി ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. പെട്ടെന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം സംഭവിക്കപ്പെടും. നീ നോക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റ് നോട്ടമല്ല, ഉറ്റു നോക്കണം. ഹല്ലേലൂയ. ഉറ്റു നോക്കിയപ്പോൾ യേശു കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് അല്ല സ്തെഫാനോസ് കണ്ടിരിക്കുന്നത്. അതായത് അടഞ്ഞ സ്വർഗത്തിന്റെ മുമ്പിലല്ല നീ നിൽക്കുന്നത്, നീ തുറന്ന സ്വർഗത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരും അടഞ്ഞ സ്വർഗത്തിലല്ല. പറഞ്ഞാട്ടെ, അത് പറഞ്ഞാട്ടെ, അടഞ്ഞ സ്വർഗത്തിന്റെ മുമ്പിലല്ല.
കണ്ടോ, നോക്കേണ്ടവൻ ഉറ്റു നോക്കിയപ്പോൾ കണ്ടത് പെട്ടെന്ന് ഇങ്ങനെ അടഞ്ഞത് ലോക്ക് പൊട്ടി തുറന്നു വന്ന സ്വർഗമല്ല, ഓൾറെഡി സ്വർഗം തുറന്നിരിക്കുക. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കേണ്ട രീതിയിൽ നോക്കുന്നില്ല, കാണേണ്ടതും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉറ്റു നോക്കിയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം, ആ ഗ്ലോറിയെ കാണാം, മഹത്വത്തെ കാണാം. യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് ഒരു കാഴ്ച നിനക്ക് ഇന്ന് പകൽ കാണണമെങ്കിൽ ആ കർത്താവ് യേശു ക്രിസ്തുവിനെ മാത്രം ഉറ്റു നോക്കുക. മനുഷ്യനെ കാണരുത്, മനുഷ്യനെ നോക്കരുത്, ലോകത്തിലുള്ള ഒന്നിനെയും നോക്കരുത്. കാരണം അങ്ങനെ നോക്കിയാൽ നമുക്കൊരിക്കലും മഹത്വം കാണാൻ പറ്റത്തില്ല, ഗ്ലോറിയെ കാണാൻ പറ്റത്തില്ല. ഗ്ലോറി കാണണമെങ്കിൽ, മഹത്വം കാണണമെങ്കിൽ ആ ഇന്ന് പകൽക്കാലം യേശുവിനെ നമ്മൾ ഉറ്റു നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സ്തേഫാനോസ് ഉറ്റു നോക്കി. ഹല്ലേലൂയ, ആ മഹത്വം കണ്ടു, യേശുവിനെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് കാണാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ മഹത്വം കാണാനാണ് എന്നെ ദൈവം വിളിച്ചത്? ദൈവത്തിന്റെ ഗ്ലോറി കാണാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം ഞാൻ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 51-ന്റെ 1, 2, 3 വായിച്ചാട്ടെ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. കേട്ടോ, എന്നോട് വായിച്ച വചനം 51-ന്റെ 1, 2 വായിക്കേ. നിങ്ങളുടെ പിതാവായ എബ്രഹാമിങ്കലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഒന്നും കൂടെ വായിക്കേ. 51-ന്റെ 1, 2, 3 ഒന്നും കൂടെ. 51-ന്റെ അത് തന്നെ ഒന്ന് വായിക്കും. ഒന്നും കൂടെ. നീതിയെ പിന്തുടരുന്നവരും. നീതിയെ പറഞ്ഞാട്ടെ. നീതിയെ ആരാ? നീതി ആരാണ്? നീതി നമുക്ക് വല്ല നീതി വല്ലതും ഉണ്ടോ? നീതിമാന്മാരാരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കാനാ. ഹല്ലേലൂയ. നിങ്ങളെ ഫോട്ടോ എനിക്ക് ആവശ്യമുണ്ട്. ഫ്രെയിം നല്ല ഫുൾ സൈസ് നമുക്ക് ബാബാസിൽ പോയി എടുക്കാം. നല്ല ക്ലാരിറ്റി കിട്ടും, തൂക്കിയിടാനാ. പ്രൈസ് ദി ലോർഡ്. ആകെ ഒരുവനേ ഉള്ളൂ നീതിമാൻ, കർത്താവായ യേശു ക്രിസ്തു. ആ നീതിയെ നമ്മൾ പിന്തുടരണം. വായിച്ചോ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും. യഹോവയെ അന്വേഷിക്കുക, നീതിയെ പിന്തുടരുക, ആ ദൈവത്തെ നീ അന്വേഷിക്കണം. എത്ര പേർക്ക് പറ്റും ഇന്ന് യഹോവയെ അന്വേഷിപ്പാൻ? ഇന്ന് അന്വേഷിച്ചോ രാവിലെ എഴുന്നേറ്റ്? അതോ വേറെ പല കോളുകൾ അന്വേഷിച്ചോ? ആരെന്നെ വിളിച്ചു, മൊബൈൽ എടുത്ത് 400 കോളും 350 മെസ്സേജും, അതാണോ നീ അന്വേഷിച്ചത്? അതോ യഹോവയെ അന്വേഷിച്ച ആരെങ്കിലും ഉണ്ടോ? മുട്ടുമടക്കി സ്വർഗത്തിലോട്ട് ഉറ്റുനോക്കി യഹോവയെ അന്വേഷിച്ച ആരെങ്കിലും ഇതിനകത്ത് ഇന്ന് പകലുണ്ടോ? നീതിമാനായ ദൈവത്തെ അന്വേഷിച്ചവരാരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? വായിച്ചോ. എന്റെ വാക്ക് കേൾക്കുവിൻ. എന്റെ വാക്ക് കേൾക്കണം. ആരെ വാക്ക് കേൾക്കണം? പറഞ്ഞോട് വാരത്തില് ചിലർക്ക് എത്ര പറഞ്ഞാലും വണ്ടകത്തിരിക്കുന്നോണ്ട് കേറത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ. ചില ആൾക്കാർക്ക് കേൾവിയിലെ പ്രശ്നമുണ്ട്, വേറെ എല്ലാം കേൾക്കും, പക്ഷെ ഇതൊന്നും കേൾക്കത്തില്ല. കേട്ടാൽ ഇതുവഴി കയറി അതുവഴി അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആരുടെ വാക്കാണ് നീ കേൾക്കേണ്ടത്? യഹോവയുടെ വാക്ക് നീ കേൾക്കണം. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും. നിന്നെ എവിടെന്നാ വെട്ടിയെടുത്തത്? ഒരു പാറ കഷ്ണമാണ് നീ. അതാണ് ബുദ്ധിമുട്ട്. അതാണ് ഈ ചുറ്റുകൾ കൊണ്ട് അടിക്കേണ്ടി വരുന്നത്, നീ ഷെയ്പ്പാകാൻ. ഹല്ലേലൂയ. ഏതോ ഒരു പാറ അവിടെ നിന്ന് നിന്നെ വെട്ടിയെടുത്തു. നിന്നെ എന്തിനാ വെട്ടിയെടുത്തതെന്ന് അറിയാമോ? നല്ലൊരു ഗൃഹത്തിനകത്ത് ഒരു ദൈവഗ്രഹം പണിയാൻ വേണ്ടി അതിനെ വെട്ടി ഉടച്ച് തട്ടി ഉടച്ച് നല്ല ഷെയ്പ്പാക്കി ആ ഒരു ദൈവഗ്രഹത്തിലോട്ട് ചേർത്ത് വെച്ച് പണിയാനാണ് നിന്നെ വെട്ടിയെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു എന്ന പാറയിൽ നിന്നും വെട്ടിയെടുത്തൊരു വ്യക്തിയാണ് നീ. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ കണ്ടിരുന്നു. നീ ലോകത്തിൽ ജനിച്ചു. നിന്നെ എന്തിനാ വെട്ടിയെടുത്തിരിക്കുന്നത്? വീണ്ടും ആ ദൈവരാജ്യത്തിൽ കയറുവാൻ, നിത്യതയിൽ കൊണ്ടുപോകാൻ നിന്നെ വെട്ടിയെടുത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ആലയാണ് ആലയം.
ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചോ, വെട്ടിയെടുത്ത പാറ. നിങ്ങളെ കുഴിച്ചെടുത്ത ഘനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നിന്റെ ജീവിതം നീ ഇന്നെ എവിടുന്നാ തിരഞ്ഞെടുത്തത്? നീ എവിടെ കിടന്നവനാ? നീ ഏത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിലും കിടന്ന നിന്നെ അതൊന്ന് തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് ഇന്ന് നീ എങ്ങനെയാ നടക്കുന്നത്, ജീവിക്കുന്നതെന്നൊന്ന് തിരിഞ്ഞ് നീ ഇടയ്ക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ യേശുവിനെ അറിഞ്ഞതിന് ശേഷമല്ലേ നീ ആ ഗ്ലോറിയായി നിന്റെ ജീവിതത്തിൽ ഒരു സ്വർണം പോലെ മറ്റുള്ളവർ നിന്നെ മാനിക്കാൻ, നിന്നെ ഓണർ ചെയ്യാൻ, നിന്നെ സ്നേഹിക്കാൻ, നിനക്ക് കൈതരാൻ, നിന്റെ അടുത്ത് വന്നിരിക്കാൻ അവർക്ക് സാധിച്ചത് നീ കുഴഞ്ഞ ചേറ്റിലും ആ നാശകരമായ കുഴിയിൽ കിടന്നെങ്കിൽ ആരെങ്കിലും നിന്റെ അടുക്കൽ വന്നിരിക്കുമോ? നീ എന്നെ അവിടെ നിന്നാ വലിച്ചെടുത്തത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നിന്നെ ദൈവം വിളിച്ചു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തു, ദൈവം നിന്നെ അനുഗ്രഹിച്ചു, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വിളിയാണ്, അതാണ് ദൈവം നിറയ്ക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ ശൂന്യമായിരുന്നു, പാഴായിരുന്നു, നീ കരിങ്കല്ലായിരുന്നു, നീ പാറക്കല്ലായിരുന്നു, നീ നാശകരനായ ഒരു വ്യക്തിയായിരുന്നു, നീ അനീതി ചെയ്യുന്നവനായിരുന്നു, നീ പാപിയായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം തൻ്റെ രക്തത്തെ വില കൊടുത്ത് നിന്നെ വാങ്ങിയത്, നിന്നെ സീസോപ്പ് കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നിന്നെ നല്ലൊരു വ്യക്തിയായി നിത്യതയിൽ എത്തിക്കാൻ എൻ്റെ കർത്താവ് നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. എന്നെയും വിളിച്ചതുപോലെ നിർത്തിയിട്ടില്ല ദൈവം നമ്മളെ ആരും. നീ ദൈവത്തെ കണ്ടിറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരുപോലെ ആണെങ്കിൽ നീ നിന്നെ ദൈവമല്ല വിളിച്ചത്. ഹല്ലേലൂയ. നിന്നെ ദൈവമാണ് വിളിച്ചതെങ്കിൽ 3 കാര്യം സംഭവിക്കും. എന്താ? വിളിച്ചു, തെരഞ്ഞെടുത്തു, ഇറക്കി, അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ നീ ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്ക് കേൾക്കണം. യഹോവയുടെ വാക്കാണ് നീ കേൾക്കേണ്ടത്, മനുഷ്യന്റെ വാക്കല്ല നീ കേൾക്കേണ്ടത്. അതാ സ്തെഫാനോസ് കേട്ടത്. മനുഷ്യന്റെ വാക്കൊന്നും കേൾക്കാൻ സ്തെഫാനോസിനും സമയമില്ല. ഹല്ലേലൂയ. സ്തോത്രം. സ്തെഫാനോസ് നോക്കിയത് മഹത്വത്തിലോട്ട് നോക്കി. നോക്കേണ്ടവനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ വാക്ക് കേട്ട് നീ ക്ഷീണിച്ചു പോകത്തില്ല. ഇന്ന് പകല് നിന്റെ ജീവിതത്തിലെ സകല പ്രതികൂലങ്ങളും നിന്നെ ഒരു പൂർണ്ണനാക്കി മാറ്റാനാണ്, നിന്നെ പരിശുദ്ധാത്മ പൂർണ്ണനാക്കി മാറ്റാനാണ് ഇന്നത്തെ പ്രതികൂലങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ നോക്കുന്നവൻ ക്ഷീണിച്ചു പോകും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കേറുന്ന ഒരു സീസണിൽ വെളിപ്പെടാൻ പോവുകയാണ്. മനുഷ്യനല്ല നിന്നെ ബലപ്പെടുത്തുന്നത്, മനുഷ്യനല്ല നിന്നെ സഹായിക്കുന്നത്, മനുഷ്യനല്ല നിന്നെ താങ്ങുന്നത്. ഇന്ന് പകൽ ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. 41:10 പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. ആരാ സഹായിക്കുന്നത്? മനുഷ്യനാണോ? മനുഷ്യന്റെ സഹായമാണോ നിങ്ങൾക്ക് വേണ്ടത്? മനുഷ്യന്റെ ബലമാണോ നിങ്ങൾക്ക് വേണ്ടത്? ആരാ നിന്നെ താങ്ങുന്നത്? ദൈവമാണോ മനുഷ്യനാണോ? പ്രൈസ് ദി ലോർഡ്. എത്ര ഉറക്കെ പറഞ്ഞാൽ ആരാ നിന്നെ താങ്ങുന്നത്? ആരാ നിന്നെ ശക്തീകരിക്കുന്നത്? ആരാ നിന്നെ സഹായിക്കുന്നത്? യഹോവ, നമ്മുടെ സർവശക്തനായ ദൈവം, യേശു കർത്താവ്. അവൻ നല്ല ഇടയൻ. എന്റെ ഇടയൻ കർത്താവായ യേശു. അവനാ നിന്നെ ശക്തീകരിക്കുന്നത്, അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ താങ്ങും. നീ വീണു പോകാൻ ദൈവം അവൻ നിന്നെ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മഹത്വം, ആ കർത്താവിനെ മുഖത്ത് നോക്കുന്നവരാരെയും ദൈവം താഴെ ഇടാൻ അനുവദിക്കത്തില്ല. അവനെതിരായി എന്ത് വന്നാലും അതിന്റെ ഇരട്ടി അഭിഷേകത്താൽ അവനെ നിറച്ച് അവനെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകരം അതാ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കപ്പെടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 13:17 വായിച്ചാട്ടെ. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. എന്താ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത്? സ്തെഫാനോസ് ആദ്യം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഊരിൽ നിന്നും ജാതിയിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും വിളിച്ച അബ്രഹാമിനോട് ദൈവം പറയുകയാണ്,
നീ ഇറങ്ങി ദേശത്തിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്? ലോത്തിന്റെ വാക്ക് കേട്ടോണ്ടാണോ? ഒന്ന് ചോദിച്ചേ, അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്താ? യഹോവയുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചു. അബ്രഹാമിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? തേരഹ് ഉണ്ടായിരുന്നു, ലോത്തുണ്ടായിരുന്നു, സാറയുണ്ട്, അല്ലേ? അപ്പൊ അബ്രഹാം ആരുടെ വാക്കാ കേട്ടത്? ദൈവത്തിന്റെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവരെന്നും വിളിച്ചതുപോലെ ഇരിക്കത്തില്ല, അവര് വർദ്ധിച്ചു പെരുകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയ അബ്രഹാമിനോട് 13-ാം അധ്യായം 17 പറയുകയാണ്, അബ്രഹാമേ നീ വെളിയിലോട്ട് ഇറങ്ങി എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു? നെടുകയും കുറുകയും. പറഞ്ഞാട്ടെ, ഇങ്ങനെ പറഞ്ഞു, നെടുകയും കുറുകയും. അതാണ് ക്രൂശ്. യേശുക്രിസ്തുവിന്റെ ആ കുരിശിനെ പോലെ എന്താണത്? നെടുകയും കുറുകയും. ആ ക്രൂശിന്റെ നിഴലിൽ അബ്രഹാം നടന്നപ്പോൾ ആ ദേശം മുഴുവനും അബ്രഹാമിന് പഴയ നിയമത്തിൽ ലഭിച്ചുവെങ്കിൽ വെളിപ്പാടുള്ളവനെ കത്തു, വെളിപ്പാടില്ലാത്തവർ കത്തത്തില്ല. പഴയ നിയമത്തിൽ അബ്രഹാം നെടുകയും കുറുകയും ക്രൂശിന്റെ നിഴലിൽ നടന്നപ്പോൾ ഒരു ദേശം മുഴുവനും അബ്രഹാമിന് കിട്ടിയെങ്കിൽ കർത്താവ് പറയുക, ഈ പുതിയ നിയമ വിശ്വാസിയായ നീ, യേശുക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട നീ, യേശുവിന്റെ മഹിമ കണ്ട സാക്ഷിയായ നീ, യേശുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവനായ നീ, യേശുവിന്റെ ക്രൂശിന്റെ ഫലം അനുഭവിക്കുന്ന നീ, യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന നീ, ഈ ദേശത്തിന്റെ നടുവിൽ നെറുകയും കുറുകയും നടന്നാൽ നീ നോക്കുന്ന സ്ഥലങ്ങൾ, നീ നടക്കുന്ന ഏരിയകൾ, പട്ടണങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് തന്ന് ദൈവം നിന്നെ മാനിക്കാൻ പോയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ഇന്ന് പകല് ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുകയാണ്, ഞാൻ ദേശത്തിലും നെടുകയും കുറുകയും നടക്കും. ഞാൻ കാലിയോട്ടുന്ന ദേശം എന്റെ കർത്താവിന്റെ കരങ്ങളിൽ തരും. ഓ, അബ്രഹാം ക്രൂശിന്റെ നിഴലിൽ നടന്നപ്പോൾ ഒരു പട്ടണം മുഴുവനും, ഒരു ദേശം മുഴുവനും, ഒരു രാജ്യം മുഴുവനും, ഹല്ലേലൂയ, അബീമേലെക്കും ഫറവോനും പോലും അസൂയപ്പെടുന്ന രീതിയിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, ഹല്ലേലൂയ ജീസസ്. യഹോവയുടെ വാക്ക് കേട്ടിറങ്ങിയ നീ, ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവർ, ദൈവ ശബ്ദം കേൾക്കുന്നവർ, മനുഷ്യന്റെ ശബ്ദം കേൾക്കാത്തവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ക്രൂശിന്റെ ചുവട്ടിൽ നടക്കണം. നിന്റെ മുകളിൽ കർത്താവ് ഉണ്ടായിരിക്കണം. നീ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിന്റെ തണല് നിനക്കുണ്ടായിരിക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് നീ ക്രൂശിനെ ധ്യാനിക്കണം. നിന്നെ വിളിച്ചവനെ നീ ധ്യാനിക്കണം. നിന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കിയവനെ നീ ധ്യാനിക്കണം. നീ എപ്പോഴും നിന്റെ വിളിയെ കുറിച്ച് രക്ഷയിൽ നീ സന്തോഷിക്കണം. ഓ, ഞാൻ എവിടെ കിടന്നവനാ, ഇന്ന് ദൈവം എന്നെ എത്രത്തോളം ആക്കിയെങ്കിൽ ആ ദൈവത്തെ ഞാൻ ഭയപ്പെടും. ആ ദൈവത്തിന്റെ വാക്ക് ഞാൻ കേൾക്കും. അങ്ങനെ കേൾക്കുന്നവനെ നോക്കി ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ദേശങ്ങളെ അവകാശമാക്കി തരും. ദേശങ്ങൾ ഭൂമി അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. എങ്ങനെ ഭൂമി അവകാശമായി കിട്ടുന്നത്? സൗമ്യതയുള്ളവൻ ഭൂമി അവകാശമാക്കും. ഹാലെ, സമാധാനമുണ്ടാക്കുന്നവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ഭൂമി വേണമോ? സൗമ്യതയോടെ അവന്റെ നുകമേറ്റ്. എന്നെ അനുഗമിക്കുന്നവൻ മൃദുവും ലഘുവുമാണ് എൻ്റെ നുകം, അതിനെ ഏറ്റെന്റെ കൂടെ നടന്നാൽ അങ്ങനെയുള്ളവർ ഹാലിൽ ദേശങ്ങളെ അവകാശമാക്കും, രാജ്യങ്ങളെ അവകാശമാക്കും. അവന്റെ കാൽ കീഴിൽ പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലവും ചവിട്ടി മെതിക്കാൻ ആ സമാധാനത്തിന്റെ ദൈവമ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴെ മെതിച്ചു കളയുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ആ ക്രൂശിനെ ധ്യാനിക്കുന്നവൻ, ആ ദൈവശബ്ദം കേട്ട് നടക്കുന്നവൻ, ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാ ഈ അധികാരം കിട്ടുന്നത്. ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ആ ക്രൂശിന്റെ നിഴലിൽ നടക്കുന്നവൻ, ആ നുകമേറ്റ് നടക്കുന്നവൻ. അതാ ദൈവം എന്താ പറഞ്ഞത്?
എന്നെ അനുഗമിക്കുന്നവൻ എന്ത് ചെയ്യണം? ഈ ക്രൂശിനെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ പിൻപറ്റുന്നവനല്ല എന്തുണ്ട്? ഒരു ക്രൂശുണ്ട്. ക്രൂശില്ലാത്ത സുഖമായ ജീവിതമാണോ നിന്റെ കാര്യം തീർന്നെന്ന് അതിൻ്റെ അർത്ഥം. നീ മറ്റവന്റെ ക്രൂശ് എടുത്തോണ്ട് നടക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ലൈഫിൽ ഒരു ക്രൂശ് ഉണ്ടോ? ക്രിസ്ത്യൻ ലൈഫിനകത്ത് നന്നായിട്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നടക്കുന്നവരെല്ലാം ഒരു ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ പോകേണ്ടി വരാം. പക്ഷേ ഒരു പ്രത്യേകത കൊണ്ട് അവരാരും നശിച്ചു പോകത്തില്ല. നീ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ ക്രൂശിൽ ആ 3 ആണിമേൽ തൂക്കപ്പെട്ടത് കൊണ്ട് അവന്റെ നുകമേറ്റവൻ, അവന്റെ നുകത്തെ ചുമക്കുന്നവൻ, അവനെ പിൻപറ്റുന്നവൻ ആ ചെറിയ ലഘുവും മൃദുവുമായ ലഘുവായ ക്രൂശിനെ, ഈ ലോകത്തിന്റെ നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും അപവാദങ്ങളും വെല്ലുവിളികളുടെ നടുവില് ഈ ക്രൂശിനെ എടുത്ത് കളഞ്ഞിട്ട് പോകാതെ ആ ക്രൂശ് വഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം പറയുകയാണ്, നീ നെടുകയും കുറുകയും സഞ്ചരിക്കുമ്പോൾ ആ ദേശം നീ അവകാശമാക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്രിസ്ത്യൻ ലൈഫ് ഒരു ക്രൂശിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കാരണം ഞാനും നീ അനുഗമിക്കുന്നത് ആരാ? ക്രൂശിൽ കിടന്നവനെയാ. ഞാനും നീ അനുഗമിക്കുന്നത് ആരെയാ? ഒരു പാപവും ചെയ്യാത്ത ക്രൂശിൽ കിടന്നവനെയാ ഞാനും നീ അനുഗമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്തത് ഒരു കാര്യം മാത്രം, എല്ലാവരെയും വിളിച്ച് സൗഖ്യമാക്കി, എല്ലാവർക്കും മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു കൊടുത്തു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, എല്ലാവരെയും അനുഗ്രഹിച്ചു, എല്ലാവർക്കും വേണ്ട സുവിശേഷം പ്രസംഗിച്ചു കൊടുത്തു, എല്ലാവർക്കും നിത്യതയെ കാണിച്ചു കൊടുത്തു. അവൻ മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ വിളിച്ചു പറഞ്ഞു. അതാ അവൻ ചെയ്ത കുറ്റം. പക്ഷേ അവനെ ക്രൂശിച്ചെങ്കിൽ ഇന്ന് പകൽ നിന്റെ ലൈഫിലും നീ ക്രിസ്തുവിനെ അനുഗമിച്ചാൽ നീ എന്തൊക്കെ നന്മ ചെയ്താലും ഒരു ക്രൂശ് നിന്റെ ലൈഫിൽ ഉണ്ടാകും. അവര് ഒരുമിച്ച് വിളിച്ചു പറയും, ഇവനെ കല്ലെറിയുക. പക്ഷേ നീ ക്രൂശിന്റെ ചുവട്ടിലാണെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക. നീ ദൈവത്തിന്റെ ഗ്ലോറിയാൽ നിറയപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മഹത്വം കാണാൻ വിളിക്കപ്പെട്ടവനാ നീ. ആ ക്രൂശിന്റെ നിഴലിനകത്ത് നീ വരുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇതാ പ്രൈസ് ദി ലോർഡ്, ദേശങ്ങൾ നിന്റെ മുമ്പിൽ വരാം. അതാ പറഞ്ഞത് അബ്രഹാമിനോട്, നീ വെളിയിലോട്ട് ഇറങ്ങി നോക്ക്. അകത്തളങ്ങളിൽ ഇരിക്കുന്നവനല്ല, വീട്ടിനകത്ത് കയറി ഇരിക്കുന്നവനെ വിടുതലില്ല. അബ്രഹാം വീട്ടിനകത്തിരുന്നപ്പോ, കൂടാരത്തിൽ ഇരുന്നപ്പോ എപ്പോ വന്നാലും ദൈവം പറയും കൂടാരത്തിൽ നിന്ന് വെളിയിറങ്ങാൻ പറയും. എന്താണ്? കൂടാരത്തിൽ നിന്ന് വെളിയിലിറങ്ങുക. വീട്ടിൽ കയറി കിടക്കുന്നവനൊന്നും വിടുതലില്ല. കൂടാരത്തിൽ നിന്ന് വെളിയിലിറങ്ങണം. എന്നിട്ട് ക്രൂശിന്റെ ചൂടിൽ പിന്നെ നെടിൽ നടക്കണം. നെടുകയും കുറുകയും നടക്കണം. നീ കാല് ചവിട്ടുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഞാൻ നിന്നെ വർദ്ധിപ്പിച്ചിരിക്കും. നീ കാല് ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തന്നിരിക്കും. നീ എന്റെ ക്രൂശിന്റെ ചുവട്ടിലാണെങ്കിൽ, ആ ക്രൂശിന്റെ നിഴലിലാണെങ്കിൽ ഇന്നത്തെ കഷ്ടം മുഴുവനും ഒരു ലാഭമായി മാറാൻ പോകുന്നു. ഒരു വലിയ ലാഭം, ഒരു നിറവ് 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 നിറവ്. ഇന്ന് പകൽ ആത്മാ പറയുന്നു, നീ എത്രത്തോളം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും വിട്ടുപോകാൻ 100 കണക്കിന് ചാൻസ് ഉണ്ടായിട്ടും നീ യേശുവിനെ വിട്ടുകളയാതെ ആ കർത്താവിന് വേണ്ടി ഇന്നത്തെ ജീവിതത്തിൽ ക്രൂശിന്റെ അനുഭവത്തിലൂടെ നീ പോകുകയാണെങ്കിൽ ഇതൊരു ലാഭമായി ദൈവം നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ദേശങ്ങളെ നീ അവകാശമാക്കും. ഹല്ലേലൂയ. അതാ ദൈവത്തെ, അതാ നിറവ്. ആ ഒരു അനോയിന്റിംഗ് വരാൻ പോവുക. നിങ്ങളുടെ നിറവിന്റെ ഒരു അഭിഷേകം വരാൻ പോവുക. ഇന്ന് ദൈവാത്മാ പറയുകയാണ്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ചില നിറവുകൾ വെളിപ്പെടാൻ പോകുന്നു. ആലയം നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പോകുന്നു. ആലയം നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പോകുന്നു. ഈ പട്ടണം നിറയാൻ പോകുന്നു. ഈ ദേശത്തെ കർത്താവിന്റെ നാമത്തിൽ പിടിക്കാൻ പോകുന്നു. ഈ തിരുവനന്തപുരം പട്ടണത്തെ പിടിക്കാൻ പോകുന്നു. കേരളത്തിനെ പിടിക്കാൻ പോകുന്നു. രാജ്യങ്ങളെ പിടിക്കാൻ പോകുന്നു. നെടുകയും കുറുകയും സഞ്ചരിക്കാൻ പോകുന്നു. സഞ്ചരിക്കുന്ന ദേശങ്ങൾ കാൽച്ചുവട്ടിലാകാൻ പോകുന്നു. നിറയാൻ പോവുക. പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്നത് പറ. സോര, നീ നിറയാൻ പോവുക. മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്, ബോധമില്ലാതെ ഇരിക്കുന്നവരുണ്ട്. തട്ടി എഴുന്നേൽപ്പിച്ച് പറ,
പ്രൈസ് ദി ലോർഡ്. 95 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നവരുണ്ട്. പറ ഹല്ലേലൂയ. നീ നിറയാൻ പോവുകയാണ്, നീ നിറയാൻ പോവുകയാണ്. നിനക്ക് സന്തോഷമുണ്ടോ? നീ നിറയാൻ പോവുക. നീ എവിടെയൊക്കെയോ നിനക്ക് ലൈഫിൽ, കുടുംബത്തിൽ, തലമുറയില്, ജോലിയില്, വരുമാനത്തില്, നിന്റെ ജീവിതത്തിന് എവിടെയെല്ലാമോ ഒരു നിറവ് 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 നിറവ്, സഭയ്ക്കകത്തൊരു നിറവ്. ഗ്ലോറി. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വെളിയിലിറങ്ങ. അതിനു മുമ്പ് പിന്നെയും വിളിച്ചിട്ട് പ്രാവശ്യം പറഞ്ഞു, വെളിയിലോട്ട് ഇറങ്ങ. ഒരു തലമുറയല്ലേ ചോദിച്ചത്, നീ വെളിയിലോട്ടൊന്ന് ഇറങ്ങ. ഹല്ലേലൂയ. നീ അകത്തിരുന്നാൽ ഒന്നിനെ കണ്ടോണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ആകാശത്തെ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നക്ഷത്രങ്ങളെ നോക്കുക. നിന്റെ സന്തതി ഇതുപോലെ പ്രകാശിക്കാൻ പോവുക. കാരണം നീ എന്റെ വിളി കേട്ടിറങ്ങിയവനാ, നീ എന്റെ വിളി കേട്ടിറങ്ങിയവനാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഈ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതികൾ ഉണ്ടാകും. ഹല്ലേലൂയ. എപ്പോഴാണ് ഈ അബ്രഹാമിനോട് ഇത് പറഞ്ഞെന്നറിയാമോ? 13-ാം അധ്യായത്തില് എടുക്കണ്ട, പെട്ടെന്ന് പറയാം. ഈ 13-ാം അധ്യായം 17-ാമത്തെ വാക്യത്തില് അബ്രഹാമിനെ വിളിച്ചിട്ട് നീ നെടുകയും കുറുകയും നടക്ക്, ഈ ദേശം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ എപ്പോഴാണെന്ന് അറിയാമോ? ഇവിടെ ആരാ പറഞ്ഞത്? ഓ, ഇനി വരിക കെട്ടിപ്പിടി ചുമ്മാ ആരാവാ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോത്ത് പോയ ഉടനെ ദൈവം യഹോവ കൂടാരത്തിന്റെ അവിടെ ഇറങ്ങി വന്നു. ചില ആൾക്കാർ കൂടെ നടന്നാൽ നിന്നെയും കൊണ്ടേ പോകും. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരെ പറഞ്ഞു വിടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വളർച്ച ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അബ്രഹാമിന് സ്നേഹമുള്ളതുകൊണ്ടും നല്ല മനുഷ്യനായതുകൊണ്ടും നീതിമാനായതുകൊണ്ടും ലോത്തിനെ പറഞ്ഞു വിടുന്നത് ഇഷ്ടമല്ല, മാനുഷികമായി ഇഷ്ടമല്ല. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ കലഹം ഉണ്ടായി. എന്താണ് കലഹം? ലോത്തിന്റെ ആടുകളും അബ്രഹാമിന്റെ ആടുകൾ, പിന്നെ ആട്ടിടയന്മാരും ലോത്തിന്റെ ആട്ടിടയന്മാരും വീട്ടിനകത്ത് കലഹം. ഈ കലഹത്തിന്റെ സ്പിരിറ്റ് അകത്ത് കയറിയാൽ വളർച്ച ഉണ്ടാകത്തില്ല, റിവൈവൽ വെളിപ്പെടത്തില്ല, ഗ്ലോറി വെളിപ്പെടത്തില്ല, നന്മയുണ്ടാകത്തില്ല. വളർച്ചയെല്ലാം മുരടിച്ച് അവിടെ സ്റ്റോപ്പായി പോകും, സ്റ്റക്കായി പോകും. ഒരു പരിധി വരെ വളർന്നുകൊണ്ടിരിക്കുന്നിടത്ത് കലഹം വന്നാൽ ആ റിവൈവൽ സ്റ്റോപ്പാകും, ഉണർവ് സ്റ്റോപ്പാകും, വാഗ്ദത്തം സ്റ്റോപ്പാകും, ദൂത് കേൾക്കുന്നത് സ്റ്റോപ്പാകും, ദൈവത്തിന്റെ വരവും പോക്കും സ്റ്റോപ്പാകും, ദൂതന്മാരിറങ്ങുന്നത് സ്റ്റോപ്പാകും. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചിലത് പോയേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോത്ത് പറഞ്ഞു, ഞാനും നീയും തമ്മിൽ ശരിയാകത്തില്ല, ഞങ്ങളിതാ പോകുകയാണെന്ന് പറഞ്ഞ് നേരെ പോയത് സോദോം ഗോമോറയിൽ. ഹല്ലേലൂയ. അതാണ് വിഷയം. പോയത് നല്ലൊരു സ്ഥലം കണ്ടെടുത്ത് പോയാലും പറ്റും, പോയതേ സോദോം ഗോമോറയിൽ. ഇവിടെ നിന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇറങ്ങിപ്പോയി കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ മനോഹരമെന്ന് കണ്ട ദേശത്ത് ചെന്ന് കയറി കൊടുത്ത് അവിടെ ശാപം കിടക്കുക. മരണവും ശാപവും കിടക്കുന്ന സോദോം ഗോമോറയ്ക്കകത്ത് മ്ലേച്ഛത കിടക്കുന്ന, കലഹത്തിന്റെ സ്പിരിറ്റ് കിടക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന ദുരാത്മ മണ്ഡലത്തിനകത്ത് കയറി ഒട്ടിയങ്ങ് പിടിച്ചങ്ങ് പോയി. അവരങ്ങോട്ട് പോയതും ദൂതൻ ഇറങ്ങി, അബ്രഹാമേ വെളിയിലിറങ്ങ, നെടുകയും കുറുകയും നീ സഞ്ചരിക്കുകയും ഞാൻ നിനക്ക് ഈ ദേശം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുക, ദേശം വെളിപ്പെടാൻ പോകുക. KFM-ന് പുതിയ സ്ഥലങ്ങൾ ദൈവാത്മാവ് തരാൻ പോകുന്നു. ആലയം പണിയാനുള്ള ചില സ്ഥലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അടുത്ത നിലവാരത്തിൽ നിറവ് 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 നിറയ്ക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദേശത്തെ പിടിച്ചടക്കി. ഓ, യേശുവിന്റെ നാമത്തിൽ ദേശം പിടിക്കാൻ, പട്ടണം പിടിക്കാൻ, ദേശം പിടിക്കാൻ, പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, ആത്മാക്കളെ കൊണ്ട് നിറയാൻ. പിന്നെ അബ്രഹാമിനെ ദൈവം ഒട്ടകങ്ങളും കഴുതകളുമായിട്ട്
ഭൂമി പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് പോലെയാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. 5000 പേര് ഒരു ദിവസം ഫുഡ് അടിച്ചുകൊണ്ടിരുന്നതാ പുള്ളിയുടെ വീട്ടില്. ആ ലെവലിൽ അങ്ങോട്ട് വർദ്ധിച്ച് പെരുകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വർധന ഉണ്ടാകാൻ പോകുന്നു, പെരുക്കം ഉണ്ടാകാൻ പോകുന്നു. ഒരു നിറവ് നിന്റെ ജീവിതത്തിൽ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. മൂടുപടങ്ങൾ മാറുന്നു. കലകത്തിന്റെ സ്പിരിറ്റുകൾ ബ്രേക്ക് ആകുന്നു. ഇതാ ഗ്ലോറി ഇറങ്ങുന്നു. സ്വസ്ഥത, സമാധാനം, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന തലമുറകൾ, വാഗ്ദത്ത സന്തതികൾ, വാഗ്ദത്തങ്ങൾ. ഇതാ ഗ്ലോറി, പുതിയത് വരാൻ പോകുന്നു. വാഗ്ദത്ത സന്തതികൾ കേറാൻ പോകുന്നു. ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്ത സന്തതികൾ, പുതിയ ഗ്രൂപ്പ് കേറാൻ പോകുന്നു. യെസ് യെസ് യെസ്. പുതിയ ജോലി, പുതിയ വരുമാനം, പുതിയത് 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 പുതിയത്. ഹല്ലേലൂയ. ഓ ജീസസ്. പ്രൈസ് ദി ലോർഡ്. അതാ അബ്രഹാമിന്റെ നിറവ്. പറഞ്ഞാട്ടെ, നിറവ്. ഹല്ലേലൂയ. ഫൈനാൻഷ്യൽ മേഖലയിൽ നിറവ്, സന്തതിയുടെ മേഖലയിൽ നിറവ്, ദേശം പ്രോപ്പർട്ടിയുടെ മേലുള്ള ഒരു നിറവ്. ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് അബ്രഹാമിനെ നിറയ്ക്കുക. അടുത്ത സ്തെഫാനോസ് പറഞ്ഞ ആളാണ് ഇസഹാക്ക്. അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിനെയും കൊണ്ട് 22-ാമത്തെ ഉൽപ്പത്തിയിൽ അബ്രഹാം പോകുമ്പോൾ അപ്പനോട് മകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷെ യാഗമൃഗം എവിടെ? ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പകൽ നിന്നോട് നിന്റെ തലമുറയോടുമുള്ള ദൈവത്തിന്റെ ദൂതാണ്. നിനക്ക് വേണ്ടിയുള്ള സകലതിനെയും എന്റെ കർത്താവ് കരുതും. നിന്റെ തലമുറയെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ നാളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. കർത്താവ് പറയാ, യഹോവ കരുതും. യഹോവ ഇരേ, യഹോവ ഇരേ, യഹോവ ഇരേ. നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടിയുള്ളത്, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളത്, നിന്റെ തലമുറകൾക്ക് വേണ്ടിയുള്ളത്, നിനക്ക് വേണ്ടിയുള്ളത്, നിന്റെ ആലയത്തിന് വേണ്ടിയുള്ളത് എന്റെ ദൈവം കരുതും. ഹല്ലേലൂയ. പറഞ്ഞാട്ട് അടുത്തൊരു യഹോവ കരുതിക്കൊള്ളു കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് കരുതും, ദൈവം കരുതും, ദൈവം കരുതും. തലമുറയ്ക്ക് വേണ്ടിയുള്ളത് ദൈവം കരുതും. തലമുറയെ ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? ഓ, കർത്താവിനോട് നീ പ്രാർത്ഥിച്ച് കരയുകയാണോ? എന്റെ തലമുറയുടെ ഭാവി എന്തായി മാറും? എന്റെ തലമുറയുടെ ഭാവി എന്തായി മാറുമെന്ന് നീ കരയുകയാണോ, നിലവിളിക്കുകയാണോ? ദൈവം പറയും, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ളത് യഹോവ കരുതിയിട്ടുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ വാക്കാണ്. ദൈവം അതിനെ അപ്പോൾ തന്നെ അപ്രൂവ് ചെയ്ത് അതിനെ സൈൻ ചെയ്ത് സീൽ ചെയ്ത് ഇതാ കൊടുത്തു. അതുപോലെ സംഭവിച്ചു. മോളിൽ ചെന്നപ്പോൾ ഇതാ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണാനിടയായി. ഇന്ന് പകൽ വിശ്വാസത്തോടെ നീ വായു കൊണ്ട് വിളിച്ചു പറ, യഹോവ എനിക്ക് വേണ്ടി കരുതും. ദൈവം എന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്റെ പക്ഷത്തുണ്ട്, ദൈവം എന്റെ പക്ഷത്തുണ്ട്. യഹോവ എനിക്ക് വേണ്ടി കരുതും. ഓ, നിന്നാൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും, നിന്നാൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും, നിന്നാൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. എനിക്ക് വേണ്ടി എന്റെ ദൈവം കരുതും, കരുതും, കരുതും. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഒന്ന് പറഞ്ഞേ 3 പ്രാവശ്യം അടുത്തിരിക്കുന്നവരെ നോക്കി, യഹോവ എനിക്ക് വേണ്ടി കരുതും. പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ, യഹോവ നിനക്ക് വേണ്ടി. നീ അങ്ങോട്ട് പറ, നിനക്ക് വേണ്ടി ദൈവം കരുതും, നിനക്ക് വേണ്ടി ദൈവം കരുതും, നിനക്ക് വേണ്ടി ദൈവം കരുതും, നിനക്ക് വേണ്ടി ദൈവം കരുതും. എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. ദൈവം എനിക്ക് വേണ്ടിയുള്ളത് കരുതിയിട്ടുണ്ട്. എന്നെ ദൈവം കൈവിടുന്ന ദൈവമല്ല. ദൈവത്തിന്റെ ഹൈലി ഫേവർ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ഫേവർ. നിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുകയാണ്. നിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ട്. നീ ദൈവത്തിന്റെ ഫേവർ ഉള്ള വ്യക്തിയാണ്. ദൈവത്തിന്റെ കരുണയുള്ള വ്യക്തിയാണ്. ദൈവത്തിന്റെ കൃപയുള്ള വ്യക്തിയാണ്. കൃപയ്ക്ക് മേൽ കൃപയുള്ളവനാണ് നമ്മൾ. കൃപയുടെ മേൽ കൃപ, കൃപ. ദൈവത്തിന്റെ കൃപയുള്ളവനോട് ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഇസഹാക്ക് വിശ്വാസവീരനായ അപ്പന്റെ വാക്ക് കേട്ട് വളർന്നവനായ ഇസഹാക്ക്. 26-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ ഒരു നിറവ്, അതാ കരുതുന്ന നിറവ്. അത് കഴിഞ്ഞ് 26-ൽ പറയുകയാണ്, ക്ഷാമകാലമായപ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്തു? വിതച്ചു. വെള്ളമില്ല, ഒന്നുമില്ല, ക്ഷാമകാലം. ആരെ കണ്ട് വിതച്ചു?
ആരെ കണ്ടാ വിതയ്ക്കുന്നത്? ചില ആൾക്കാരുണ്ട് സ്ഥാനമാനം കിട്ടാനും ബഹുമാനം കിട്ടാനും മാനം കിട്ടാനും മനുഷ്യനെ കണ്ട് വിതയ്ക്കുന്നവരുണ്ട്. മനുഷ്യരിൽ നിന്നും മാനം കിട്ടാൻ വേണ്ടി, മനുഷ്യരിൽ നിന്നും മാനം കിട്ടാൻ വേണ്ടി, സ്ഥാനം കിട്ടാൻ വേണ്ടി വിതയ്ക്കുന്നവരുണ്ട്. അങ്ങനെ വിതച്ചവരൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, എന്തൊക്കെ ചെയ്തൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യരിൽ നിന്ന് മാനം കിട്ടാൻ ചെയ്യുന്നവരാ, മാനുഷികമായി. പക്ഷേ ദൈവമക്കൾ വിതയ്ക്കുന്നത് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറുകൈ അറിയത്തില്ല. അവർ ദൈവത്തിൽ നിന്ന് മാനം കിട്ടാൻ വേണ്ടിയും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടും പ്രതികൂലമായിരിക്കുന്ന സ്ഥാനത്ത് ക്ഷാമകാലത്ത് വിശ്വാസത്താൽ വിതയ്ക്കാനിടയായി. ഇസഹാക്ക് ക്ഷാമകാലത്ത് വിശ്വാസത്താൽ വിതച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് 100 മേനിയായി തരും. ദൈവം കടക്കാരനല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൽ വിശ്വസിച്ച് വിതച്ചാലേ നിനക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടും. നീ അല്ലാതെ വിതച്ചാൽ നിനക്ക് ഒരു നന്മയും കിട്ടത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ഓർത്തും ദൈവത്തിൽ വിശ്വസിച്ചും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിലും നമ്മൾ വിതയ്ക്കുമ്പോൾ അത് 100 മേനിയായി ഫലം തരുന്ന ഒരു സീസൺ നിന്റെ ലൈഫിൽ വെളിപ്പെടും. ഇന്ന് അതാ സംഭവിക്കപ്പെടാൻ പോകുന്നത്. കർത്താവ് പറയുന്നു, ദൈവസന്നിധിയിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ആരോഗ്യത്തെ നീ വിതയ്ക്ക്, നിന്റെ സമ്പത്തിനെ നീ വിതയ്ക്ക്, നിന്റെ സമയത്തെ നീ വിതയ്ക്ക്, നിന്റെ തലമുറയെ നീ വിതയ്ക്ക്. നിന്റെ എല്ലാ നന്മകളിലും ഒരു ഓഹരി ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇതാ ഞാൻ നിനക്ക് 100 മേനിയാക്കി ഞാൻ തരാം. ദൈവമക്കളെല്ലാം വിതയ്ക്കുന്ന ക്ഷാമകാലത്ത്, എല്ലാം ഉള്ളപ്പോഴല്ല. എല്ലാം ഉള്ളപ്പോൾ വിതയ്ക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഒന്നുമില്ലായ്മയുടെ നടുവിൽ വിതയ്ക്കുന്നവനാണ് ദൈവവിശ്വാസി എന്ന് പറയുന്നത്. ഒന്നുമില്ലാതിരുന്നപ്പോൾ വിധവ വിതച്ചു. എല്ലാം ഉള്ളവൻ ചെന്ന് ദൈവസന്നിധിയിൽ ചെന്ന്, ഞാൻ അത് തന്നു, ഇത് തന്നു, ദൈവമേ ഞാൻ ഇത്ര തന്നു. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന കേട്ടില്ല. അനേകരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുന്നില്ല. കാരണം അവർ കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇതാ ഹല്ലേലൂയ, വിധവയുടെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്ന് പകൽ ദൈവം പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ച് വിതയ്ക്കുന്ന ഒരു സീസൺ നിനക്കുണ്ടാകട്ടെ. ഇത് ദൈവരാജ്യത്തിനും ദൈവത്തിലും വിശ്വസിച്ച് നീ വിതയ്ക്കുന്നത് ഇന്ന് പകൽ 100 മേനിയായി കൊയ്യാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കരുതെല്ലാം പറഞ്ഞ കരുതുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. സാധ്യതയില്ലാത്തടത്ത് പറഞ്ഞാട്ട്, സാധ്യതയില്ലാത്തടത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത? ഒരു സാധ്യതയില്ലാത്തടത്താണ് ദൈവം ചെയ്യുന്നത്. കർത്താവ് പറയും, ഒരു സാധ്യത നിനക്കില്ലേ? നിന്റെ ജീവിതത്തിൽ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? എല്ലാ സാധ്യതയും നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ദൈവം ചില പുതിയതിനെ മുളപ്പിച്ചുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലേവി എന്ന് പറയുന്ന വ്യക്തി ഒരു സാധ്യതയില്ലാത്തവനായിരുന്നു. കാരണം എന്താണെന്നറിയാം? യാക്കോബിന്റെ തലമുറയിൽപ്പെട്ട ലേവി വാളെടുത്ത് തന്റെ സഹോദരിയെ അപമാനിച്ചവരെയൊക്കെ വെട്ടിക്കൊന്ന്, യാക്കോബ് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ദേശത്തെ നാശം വിതച്ചപ്പോൾ യാക്കോബ് 12 പേരെ വിളിച്ച് അടുത്ത് നിർത്തി ശപിച്ചാ വിട്ടത്. നിന്റെ വാള് കൊണ്ട് നീ എന്ത് ചെയ്യും? നീ ജീവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ലേവി ജീവിച്ചത് വാളുകൊണ്ടാണോ? 12 ഗോത്രങ്ങളിൽ അപ്പന്റെ ശാപം പിടിച്ചു പറ്റിയ ലേവി ജീവിച്ചത് ഒരിക്കലും വാളുകൊണ്ടല്ല. അപ്പന്റെ ശാപം പൊട്ടി. അപ്പം ശപിച്ച ശാപം പൊട്ടിയത് എന്താണ്, എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വിളിച്ചിട്ട് സീനായി മലയിലെ മുകളിൽ ചെന്നിരുന്ന് മോശ 10 കൽപ്പനകൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ താഴ്വാരത്തിൽ അഹരോന്റെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാം കൂടെ മോശയെ കാണാനില്ല, യോശുവയെ കാണാനില്ല, ലീഡേഴ്സിനെ കാണാനില്ല. ഞങ്ങൾക്ക് ആരാധിക്കാൻ, കളിക്കാനും തിന്നാനും വേണ്ടി നീ ഒരു വിഗ്രഹം ഉണ്ടാക്കി തരാം. കോമേഡിയന്മാരെല്ലാം കൂടെ വന്ന്, ബഹൂണുകളെല്ലാം കൂടെ വന്ന് പറഞ്ഞപ്പോൾ ഏത് സഭയ്ക്കകത്തും കുറേ എണ്ണം കാണും. ദൈവഭയം ഇല്ലാത്തവന്മാരും കോമഡി താരങ്ങളും ബഹൂണുകളും കാണും. അവർക്ക് തിന്നണം, കഴിക്കണം, കുടിക്കണം, കളിക്കണം, കോമഡി പറയണം, തമാശ പറയണം. ഇതൊക്കെയാണ് അവൻ്റെയൊക്കെ ജോലി. അമാരെല്ലാം ശാപം പിടിച്ചവന്മാരെല്ലാം കൂടെ വന്ന് അഹരോനോട് പറയുകയാണ്, നീ ഞങ്ങൾക്കൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി തരണം ആരാധിക്കാൻ. അമ്മമാരുടെ കയ്യിലിരുന്ന ഉണക്ക ഗോൾഡ് എല്ലാം കൂടെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഒരു വലിയ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു.
ഹല്ലേലൂയ. ഇവരിങ്ങനെ തപ്പും നൃത്തത്തിലും അവിടെ എന്താ നടക്കുന്നു? ദൈവത്തിന്റെ സന്നിധിയില് മോശ ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ന്യായപ്രമാണത്തിന് 10 കൽപ്പനകൾ എഴുതി കൊടുത്തോണ്ടിരിക്കുക. മോശയും ദൈവമായിട്ട് ജനത്തിന് വേണ്ടി അവിടെ നിൽക്കുക മുകളില്. താഴെ എന്താ പരിപാടി? താഴെ പരിപാടി ഡാൻസും പാട്ടും തീറ്റയും കുടിയും. പ്രൈസ് ദി ലോർഡ്. മോശ ഇറങ്ങി വന്നപ്പോൾ ഈ പരിഹാസികളെല്ലാം കൂടെ നൃത്തം ചെയ്ത് കളിച്ച് ഭയങ്കര ആട്ടവും പാട്ടും ബഹളവും നടക്കുകയാണ്. മോശയുടെ കോപം ജ്വലിച്ചു. മോശ വിളിച്ചു പറഞ്ഞു, ആരുണ്ട് ദൈവപക്ഷത്ത്? എല്ലാവരും മിണ്ടാതെ നിന്നപ്പോൾ ഈ ഡാൻസും പാട്ടും കൂത്തും കോമേഡിയന്മാരുടെ കൂടെയും കൈകോർത്ത് പിടിച്ച് തിന്നും കുടിച്ച് നടന്നവന്മാരെല്ലാം അമ്മമാരെ കൂടെ നിന്നപ്പോൾ ഒരുവൻ എഴുന്നേറ്റു. മോശയോട് പറഞ്ഞു, ഞാനുണ്ട് യഹോവയുടെ പക്ഷത്ത്. എന്റെ വാളുകൊണ്ട് ഞാൻ എന്റെ അപ്പന് ശാപഗ്രസ്തനായി മാറി. അപ്പൻ എന്നെ ശപിച്ചു, പക്ഷെ ആ വാൾ എന്റെ കയ്യിലുണ്ട്. ഇന്ന് ഈ വാളെടുക്കുന്ന എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഈ വാളെടുക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ്. എല്ലാത്തിനും വെട്ടി അങ്ങ് കൊന്നു. ഹല്ലേലൂയ. ഒരു സാധ്യതയില്ലാത്തവനവൻ, ഒരു തരത്തിലും രക്ഷപ്പെടാൻ ഒരു വിളിയില്ലാത്തവനാ. പക്ഷെ അവൻ ഒരു നല്ല കാര്യം ചെയ്തു. മോശയുടെ കൂടെ ചേർന്ന് നിന്നു. ദൈവപക്ഷത്ത് നിന്നപ്പോൾ സാധ്യതയില്ലാത്ത ലേവിയെ അടുത്ത് നമ്മൾ കാണുന്നത് 12 എണ്ണത്തിന്റെയും വടി കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിൽ വെച്ചിട്ട് ഇതിന് ഏത് പൂത്ത് കായ്ക്കുമെന്ന് നോക്കിയപ്പോൾ ഇതാ പിറ്റേ ദിവസം ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ ഹല്ലേലൂയ ഈ ലേവിയുടെ വടി പൂത്ത് കായ്ച്ചു നിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സാധ്യതയല്ല ഇല്ലാത്ത ശാപം പിടിച്ചവനായിരിക്കാം നീ ശപിക്കപ്പെട്ടവനായിരിക്കാം, നീ എഴുന്നേറ്റം ഇല്ലാത്തവനായിരിക്കാം, നിനക്ക് ഒരു തരത്തിലും രക്ഷയില്ലാത്തവനായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ യഹോവയുടെ പക്ഷത്ത്, ദൈവത്തിന്റെ പക്ഷത്ത്, അഭിഷിക്തന്മാരുടെ പക്ഷത്ത് നീ ചേർന്ന് നിന്നാൽ എന്റെ ദൈവം പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ചരിത്രം മാറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. ഏത് ശാപവും പൊട്ടും, ഏത് കെട്ടും പൊട്ടും നീ ദൈവപക്ഷത്ത് നിന്നാൽ. ആരും നിന്റെ തലയിൽ കൈവയ്ക്കണ്ട. 21 ഇരിക്കണ്ട, 40 ഇരിക്കണ്ട, പവർ കോൺഫറൻസിൽ പോകണ്ട, ഒരു ഭാഷമാരും കയ്യും കാലും കൊണ്ട് നിന്റെ തലയിൽ വെക്കണ്ട. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കും, ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തന്റെ പക്ഷത്ത് നിൽക്കും. ഏത് ശാപം പിടിച്ചവന്റെ ചരിത്രം ഒരു രാത്രി കൊണ്ട് മാറാൻ ഒറ്റ വഴി. സാധ്യതയില്ലാത്ത ചിലതിനെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം പുറത്തു കൊണ്ടുവന്ന് മാനിച്ച് ഓണർ ചെയ്ത് ഹല്ലേലൂയ, നിന്റെ ഒരു പുതിയ സീസൺ നിന്റെ ജീവിതത്തിൽ തുടങ്ങാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അടുത്ത പറഞ്ഞട്ടെ, ഒരു സാധ്യത ഇല്ലാത്തവരെന്ന് നീ ചിന്തിക്കണ്ട. ഒരു സാധ്യത നിനക്കുണ്ട്. നിനക്കൊരവസരം ദൈവം തരും എന്നെങ്കിലും എപ്പോഴെങ്കിലും ദൈവപക്ഷത്ത് നിൽക്കാൻ, ദൈവത്തിന്റെ പക്ഷത്തും ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ പക്ഷത്തും നിൽക്കാൻ ഒരു ചാൻസ് നിനക്ക് കിട്ടിയാൽ നീ ഒരു കാലത്തും വിടരുത്. അതിൽ കയറി പിടിച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിന്റെ ശാപം ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തൊരു വ്യക്തിയെ കുറിച്ച് സ്തെഫാനോസ് പറഞ്ഞു, ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞ ഇത്. ഹല്ലേലൂയ. പക്ഷെ അടുത്തൊരു വ്യക്തിയെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് യാക്കോബ്? പറഞ്ഞാട്ടെ, യാക്കോബ്, ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ചാടി പിടിക്കുന്ന അനുഗ്രഹം എന്താണ്? ചിലര് ചാടി പിടിക്കും. ചാടി പിടിക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യണം? നടന്നു പിടിക്കണം. സ്തോത്രം. നടന്നു പിടിക്കാൻ പറ്റുന്നവൻ കിടന്നു പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തിന്റെ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. അത് നടക്കാത്തവൻ എഴഞ്ഞു പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. എഴഞ്ഞ് വാഗ്ദത്തം പിടിച്ചവനാ ആര്? യാക്കോബ്. ഹല്ലേലൂയ. മനസ്സിലായോ? എപ്പോഴാ അത് എഴഞ്ഞ് വാഗ്ദത്തം പിടിച്ചത്? എപ്പോഴാ? യാബോക്കിന്റെ തീരത്ത് ദൈവമായിട്ട് മല്ല് പിടിച്ചപ്പോൾ ഒരു തൊടയുടെ ഉളുക്കിക്കളഞ്ഞിട്ടും നീ എഴഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ വിടത്തില്ലെന്ന് പറഞ്ഞ യാക്കോബിന്റെ ബ്ലെസ്സിങ് ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ വെളിപ്പെടാൻ പോവുക. ചിലരൊക്കെ ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയുക, നിന്റെ ജീവിതത്തിന്റെ
പ്രതിസന്ധിയുടെ നടുവിൽ ചാടി പിടിക്കാൻ പറ്റാത്ത, നടന്നു പിടിക്കാൻ പറ്റാത്ത, കിടന്നു പിടിക്കാൻ പറ്റാത്ത നിന്റെ ലൈഫിനെ നോക്കി നീ ഇഴഞ്ഞ അനുഭവത്തിലാണെങ്കിലും ഇന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയാൻ. മനസ്സിലായോ? നിന്റെ ജീവിതം ഇപ്പൊ ഇഴച്ചിലിന്റെ അവസ്ഥയിലായിരിക്കും. നിനക്ക് പണ്ടത്തെ പോലെ ചാടി വാഗ്ദത്തം പിടിക്കാൻ പറ്റാത്ത അവസ്ഥ. പല രീതിയിൽ നിന്റെ ലൈഫ്, ജീവിതം ക്ഷീണിച്ച് അവശനായി, ബലഹീനനായി, തകർന്നവനായി, ഒറ്റപ്പെട്ടവനായി, തൻ്റെ കൂടെ ഉള്ളവരെല്ലാം അക്കരയാക്കിയിട്ട് തന്നെ കൊല്ലാൻ വരുന്നവന്റെ മുമ്പിൽ പെട്ടുപോകാതിരിക്കേണ്ടതിന് തൻ്റെ കൂടെയും തനിക്കുള്ളതിനെ മുഴുവൻ അക്കരയാക്കിയിട്ട് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ രാത്രിയിൽ ഒറ്റപ്പെട്ടവനായി യാബോക്കിന്റെ തീരത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, യാക്കോബിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ ദൂതനുമായിട്ട് ഒരു രാത്രി മുഴുവനും മല്ല് പിടിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്റെ തുട ഉളുക്കിപ്പോയിട്ടും ഇഴഞ്ഞ് മല്ല് പിടിച്ചിട്ട് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലായി? നീ ക്ഷീണിച്ചവനാ, നീ തകർന്നവനാ, നീ ഒറ്റപ്പെട്ടവനാ, നീ ഏകനാണ്. കൂടെയുള്ളവരെല്ലാം അക്കരെ എത്തിച്ചിട്ട് ഇന്ന് പകൽക്കാലം ഒറ്റപ്പെട്ടവനായിരിക്കുന്ന നിന്നെ നോക്കി ആത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിവർന്നു നിൽക്കാൻ നിനക്ക് സാധിക്കുന്നില്ല, ചാടാനും ഓടാനും നിനക്ക് പറ്റുന്നില്ല. എന്നാൽ ഇന്ന് പകല് യേശു പറയുന്നു, ആ അനുഗ്രഹത്തെ, വാഗ്ദത്തത്തെ വിടരുത്. നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടത്തില്ലെന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പോരാളിയായി. യെസ്, ഇതിനകത്ത് നിന്ന് അങ്ങനെയുള്ള ചില പ്രാർത്ഥന പോരാളികൾ എഴുന്നേൽക്കട്ടെ. എഴഞ്ഞ് കിടക്കുന്ന അവസ്ഥ, ചിതറിക്കിടക്കുന്ന അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥ, ഏകനായിരിക്കുന്ന അവസ്ഥ, ആത്മാ പറയുക, നിന്റെ സ്ഥിതി മാറാൻ പോയ. വിടരുത്, വിടരുത്, നീ വിട്ടുകൊടുക്കരുത്. ഇന്ന് പകൽ നീ ബലാത്കാരമായി വാഗ്ദത്തത്തെ പാലിക്കുക. Yes. Oh, Jesus name. The power of God. കർത്താവ് പറയാ, ഇഴച്ചില് മാറാൻ പോകുന്നു. നീ ചാടി എഴുന്നേക്കാൻ പോവുകയാണ്. ചാടി നീ എഴുന്നേക്കാൻ പോവുകയാണ്. നീ ചാടി എഴുന്നേക്കാൻ പോകുന്നു. നിന്റെ ഇഴച്ചില് മാറാൻ പോവുകയാണ്. യാക്കോബിന്റെ ലൈഫിൽ ഒരു നിറവ് വന്നു. എന്താണെന്നറിയാമോ? പേരിന്റെ മുകളിൽ ഒരു നിറവ്. ഉപായിയായിരുന്ന യാക്കോബ് ഇഴഞ്ഞിട്ടും തകർന്നിട്ടും ഒറ്റപ്പെട്ടിട്ടും വിട്ടുകൊടുക്കാതെ ഒറ്റപ്പിടി. അപ്പോൾ പറഞ്ഞു, മോനെ, ആരും അറിയാത്ത, ഒന്നുമില്ലാത്ത ഉപായി എന്ന മാത്രം പേരുള്ള ചതിയനും വഞ്ചകനും ഉപായിയുമായ നിന്നെ ഞാൻ പേരങ്ങ് മാറ്റുകയാ. നിന്റെ പേര് ഇന്ന് മുതൽ ഇസ്രായേൽ എന്നായിരിക്കും. ഉപായി എന്നുള്ള പേര് മാറുന്നു. നിന്റെ പേരിന്റെ മുകളിൽ ഒരു നിറവ് വരാൻ പോവുകയാണ്. നിന്റെ പേരിന്റെ മുകളിൽ ഒരു നിറവ് വരാൻ പോവുകയാണ്. നിന്റെ പേരും ആരും അറിയപ്പെടാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത നിന്നെ ലോകം ഒരു രാജ്യമാക്കി, ഒരു രാജ്യമാക്കി, ഒരു രാജ്യമാക്കി, ഒരു നിറവുള്ളവനാക്കി. അഭിഷേകം ഇന്ന് പകരത്തിനകത്ത് വീഴട്ടെ. ഈ ഗ്ലോറിക്കകത്ത്, ഈ ആലയത്തിനകത്ത് വിശ്വസിക്കുന്നവരുടെ മേല് നിന്റെ ആരും അറിയാതെ ഒറ്റപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, തള്ളപ്പെട്ടവനായിരിക്കുന്ന നിന്നെ നോക്കി ആത്മാ വിളിച്ചു പറയുന്നു, നിന്റെ പേരിന്റെ മുകളിൽ ഒരു നിറവ് വന്നിട്ട് ലോകം മുഴുവനും ഒരുപോലെ പറയപ്പെടുന്ന, പത്രങ്ങളിൽ വാർത്തയാകുന്ന, ഒരു വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ബ്രാൻഡഡ് നെയിമായി നിന്റെ നെയിം മാറി. ആ പേര് കേൾക്കുമ്പോൾ ലോകം കിടുകിട പറയ്ക്കുന്ന ഒരു ബ്രാൻഡഡ് ന്യൂ പേരായി, നെയിമുള്ളവനായി യാക്കോബിനെ മാറ്റിയ ദൈവം നിന്റെ പേര് മാറാൻ പോവുക. നിന്റെ പേരിന്റെ മുകളിൽ ഒരു നിറവ് വരാൻ പോവുക. എത്ര പേർക്ക് വേണം? എന്റെ പേരിന്റെ മുകളിൽ ഒരു അഭിഷേകം വേണം. എന്റെ പേരിന്റെ മുകളിൽ ഒരു അഭിഷേകം ഇറങ്ങട്ടെ, ഒരു നിറവ് വരട്ടെ. എന്റെ പേരിന്റെ മുകളിൽ ഇന്ന് പകല് ഒരു അഭിഷേകം അങ്ങോട്ട് നിറവായി വെളിപ്പെടട്ടെ. ഓ, പ്രസിദ്ധി ഉണ്ടാകട്ടെ. ഓ, യേശുവിന്റെ നാമത്തില് അത് രാജ്യമായി, രാജ്യമായി, ഒരു രാജ്യമാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇതാ അനോയിന്റിങ് എന്ന് പറയും, നിറവിന്റെ അനോയിന്റിങ്. പേരിന്റെ മേലെ നിറവ്.
പ്രൈസ് ദി ലോർഡ്. സ്ഥലത്തിന്റെ മേല് നിറവ്, വ്യക്തികളുടെ മേല് നിറവ്, തലമുറകളുടെ മേല് നിറവ്, കുടുംബങ്ങളുടെ മേല് നിറവ്. നിറവ് നിറയ്ക്കുന്ന ദൈവം, നിറയ്ക്കുന്ന ദൈവം, നിറയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. യോസേഫ് 17-ാമത്തെ വയസ്സിൽ ദർശനം കാണും. 30-ാമത്തെ വയസ്സില് വാഗ്ദത്തം പ്രാപിക്കുക. ഹല്ലേലൂയ. കിണറ്റിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട്, കാരാഗ്രഹത്തിനകത്തിട്ട്, പക്ഷെ ആ പുള്ളിയുടെ മേൽ വന്ന നിറവ് ഒരു രാജ്യത്തിൻ്റെ മേൽ വാരി വിതറി കൊടുക്കാനുള്ള ഒരു ഫൈനാൻസ് മേഖലകളിൽ വലിയൊരു ഗ്ലോറി അവൻ്റെ മേൽ വെളിപ്പെടാനിടയായി. രാജ്യത്തിൻ്റെ ക്ഷാമം തീർക്കുന്ന ഒരു അനോയിന്റിംഗ് ഉള്ളവനായി, ഒരു വർദ്ധിക്കുന്ന അഭിഷേകമുള്ളവനാക്കി യോസേഫിനെ ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അളവ് നിർത്തിയെന്ന് പറഞ്ഞത്. എന്താണ് അളവ് നിർത്തിയെന്ന്? അതായത് യോസേഫിനെ രാജ്യത്തിൽ രണ്ടാമനാക്കി ക്ഷാമകാലത്തേക്ക് വേണ്ടി 7 വർഷത്തെ ക്ഷാമകാലത്തേക്ക് വേണ്ടി ധാന്യങ്ങളെല്ലാം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഈ വർധനവിൻ്റെ അഭിഷേകമുള്ള യോസേഫ് ചെന്നപ്പോൾ എത്ര 7 അല്ല 14 വർഷം ക്ഷാമം വന്നാലും കൊടുക്കാനുള്ള അത്രയും സംഭവം വന്നു. 7 വർഷത്തേക്ക് മതി. പക്ഷേ യോസേഫിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേക മുഖാന്തരം ഒരു 10, 14, 20 വർഷം നീണ്ടു നിൽക്കുന്ന ക്ഷാമം വന്നാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വാരിക്കോരി കൊടുക്കുന്നില്ല. അതുകൊണ്ട് യോസേഫ് പറയുന്ന അവിടെ അളവങ്ങ് നിർത്തിയെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഈ അളവ് നിർത്തുന്ന രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടാൽ? ഇപ്പം നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റും. നിങ്ങളുടെ പേഴ്സിനകത്ത് 100, 200, 500, 50, 1 രൂപ കീറിയ 10ന്റെ നോട്ടൊക്കെ കാണും. ഹല്ലേലൂയ. പക്ഷേ എണ്ണാൻ കൗണ്ടിങ് മെഷീൻ ഉണ്ടെങ്കിലും എണ്ണാൻ പറ്റാത്ത രീതിയിൽ ഒരു അളവിൽ ഒരു സമൃദ്ധി നിന്റെ മേൽ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതും കൂടെ എനിക്ക് തന്നാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടണ്ട. ഹല്ലേലൂയ. ഇവിടെ കൗണ്ടിങ് മെഷീൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇതൊരു അഭിഷേകമാണ്, ഇതൊരു അനോയിന്റിംഗ് ആണ്, ഇതൊരു വർധനവിന്റെ അഭിഷേകമാണ്, മൾട്ടിപ്ലിക്കേഷൻ ഗ്ലോറിയാണ്. യോസേഫിനകത്ത് ദൈവം കൊടുക്കുന്നത് സ്വപ്നക്കാരൻ എന്ന പേര് വിളികേട്ടവൻ. ഇവൻ സ്വപ്നക്കാരൻ പറഞ്ഞ് കളിയാക്കിയ അപ്പനും സഹോദരങ്ങളും എല്ലാം ഞെട്ടിത്തരിക്കുന്ന രീതിയിൽ, രാജ്യങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ, അളവ് നിർത്തുന്ന രീതിയിൽ ഒരു വർധനവ് സാമ്പത്തികമായി ഭൗതികമായി യോസേഫിന്റെ മേൽ ദൈവം കൊടുത്തതുപോലെ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്റെ മേലും അത് വെളിപ്പെട്ട് വരട്ടെ. അത് വെളിപ്പെട്ട് വരട്ടെ. അളവ് നിർത്തുന്നത് പോലെ അളന്നിട്ട് അളവ് നിർത്തുന്നത് പോലെ ഒരു ഓവർഫ്ലോയിങ് ഫൈനാൻഷ്യൽ ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. സ്തോത്രം. നീ നിറയാൻ പോവുക. പറഞ്ഞിട്ട് നിറയാൻ പോവുക. കേട്ട സഹോദരി, നിറയാൻ പോവുകയാണ്, നിറയാൻ പോവുകയാണ്, നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പോവുകയാണ്. പ്രാപിച്ചോ? ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. നീ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പോവുകയാണ്. നിങ്ങൾ നിറയാൻ പോകുന്നു. നിങ്ങൾ ഓവർഫ്ലോ ആകാൻ പോകുന്നു.